ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ചീലിങ്ങും കൂവും കൂടെ ഇവരുടെ ഗെയിമിന് വേണ്ടി ഒരു മോഡലിനെ കാണാൻ പോയി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുക നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഇവർ രണ്ടുപേരും അവരടുത്ത് ഡീലൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവരും പോകുന്ന വഴിക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഫുള്ളും ക്യൂ ആയിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചീലിങ്ങും ഗൂവിനെ ആ ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ ഇതിനും ഓർഡർ ചെയ്ത ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവനൊരു അരമണിക്കൂർ ക്യൂവിൽ തന്നെ നിൽക്കുമ്പോഴാണ് അവളും ജ്യൂസ് വാങ്ങിച്ചിട്ട് അവിടേക്ക് വരും. അപ്പോഴാണ് അതേ സമയം തന്നെ ആ മോഡലും ഇവരുടെ ഗെയിമിൽ തന്നെ പങ്കെടുക്കാന്ന് പറഞ്ഞ് ആ ഡീലിന് ഓക്കെ എന്ന് പറഞ്ഞേക്കും. ഇതോടെ ചീലിങ്ങി സന്തോഷത്തി ഈ കാര്യം ഗൂവിനോട് പറഞ്ഞ് അവൻ ഹഗ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ ഹഗ് ചെയ്തോടെ അവൻ മൊത്തത്തിൽ ഷോക്കായി പോകും. അപ്പോഴാണ് അവളത് മനസ്സിലാക്കി പിന്നോട്ട് മാറിയിട്ട് ഗൂഷുൻ അവർ നമ്മുടെ ഡീലിനെ സമ്മതിച്ച് ഇനിയിപ്പോ എന്തോ പ്ലാൻ ഏതിന് അവള് സന്തോഷത്തിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ചീലിങ് എനിക്കൊരു പെങ്കൊച്ചിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യാവോ ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ ഇത് കേട്ടതോടെ ചെറുതായിട്ട് അപ്സെറ്റ് ആകും. കാരണം ഇവൾക്ക് ഗൂവിനോട് വെറുപ്പുണ്ടെങ്കിലും അവനൊരു പെങ്കൊച്ചിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന അറിഞ്ഞ ഉടനെ ഇവൾ അവനോട് ചോദിക്കും ആർക്കാ ആ മോഡലിനാണോ, അവര് ഗെയിം കളിക്കില്ല എങ്കിൽ പിന്നെ ഒരു കീബോർഡ് വാങ്ങിച്ചാൽ കൊടുക്കുക, അതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓക്കെ എങ്കിൽ പിന്നെ കീബോർഡിന് ഓർഡർ ചെയ്യാം ഏതിന് ഇവന് സന്തോഷത്തിരിക്കുമ്പം അവള് നിന്റെ ജ്യൂസ് ഇന്നെന്ന് അറിഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനെ ശിവരന് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴാണ് അതേസമയം ഗൂ ഓർഡർ ചെയ്ത ആ കീബോർഡ് അവിടേക്ക് എത്തും. ഇത് കണ്ട് അവളും കുറച്ച് ജലസായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഗൂവും പെട്ടെന്ന് അവള് വിളിച്ചിരുത്തി ആ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവൾക്കൊരു കീബോർഡ് കൊടുക്കും. പക്ഷെ അവളത് വാങ്ങിക്കത്തില്ല. അങ്ങനെ ഫ്രീ കിട്ടുവാണ് ഓർമ്മ ഇവൻ വെച്ചോളം പറയുമ്പോഴാണ് അവനിത് ഗേൾസിനുള്ള സംഭവം എന്ന് പറഞ്ഞ് അവളുടെ കൊടുക്കും. അപ്പോഴാണ് അവളും ഈ കീബോർഡിന് ഒത്തിരി വിലയാന്ന് പറഞ്ഞ് ആ പൈസ അവന് കൊടുക്കാൻ വരുമ്പോഴാണ് അവനിത് കമ്പനിയുടെ ചെലവെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കും. അതിനെ ശിവളിയും കീബോർഡോടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത് കണ്ടിട്ട് മൊത്തത്തിൽ ഷോക്കായി പോകും. ഇത്രയും വിലപ്പെട്ട ഗിഫ്റ്റ് ഗൂ ആണോ കൊടുത്തതെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവളും ഇത് കമ്പനി ചെലവെന്ന് അവളോട് പറയുമ്പം അതേസമയം ഇവിടെ ഗൂ അവന്റെ പൈസ ചെലവാക്കിയാണ് അവൾക്ക് ഇവന് വേണ്ടി ആ കീബോർഡ് വാങ്ങിച്ചത്. കാരണം അവൻ ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ മോഡലിനല്ല ഇവൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കീബോർഡ് പെയർ ആയിട്ട് ഇനി യൂസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ ആ കീബോർഡ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ജിയാങ്ങിന്റെ ടീമിനെയും ഗൂവിന്റെ ടീമിനെയും വിളിച്ച് ഇവർ റെഡിയാക്കാൻ വന്ന ഗെയിമിന്റെ പ്രോജക്റ്റ് ഫൈനലായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇതിലാണ് ആരുടെ ഗെയിം റിലീസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ജിയാങ്ങും ചെന്നിട്ട് അവന്റെ ഗെയിമിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറയും. അതിന്റെ കൂടെ തന്നെ അവന്റെ ഗെയിം റിലീസ് ചെയ്യുന്നതിന് അത്രയ്ക്കും ചെലവല്ലെന്ന് പറയുമ്പോഴാണ് ഇതെല്ലാം കേട്ട് അവരും ജിയാങ്ങിന്റെ ഗെയിം സെലക്ട് ചെയ്യണം തീരുമാനം എടുക്കും. പക്ഷെ അതിനുശേഷം ഗൂ വന്ന് സ്പീച്ച് കൊടുക്കുമ്പോഴാണ് ഇവർ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഗൂ അവന്റെ ഗെയിമിനെ കുറിച്ച് പറയുമ്പം ഇവരെല്ലാം ഇംപ്രസ് ആയി പോകും. കാരണം അവന്റെ ഗെയിമിന്റെ പ്രൊമോഷന് വേണ്ടി ആ മോഡലിനെ യൂസ് ചെയ്തേയും പിന്നെ അതേപോലെ അവന്റെ ഉള്ള ബഡ്ജറ്റിൽ തന്നെ അവൻ ഗെയിം പക്കാവായിട്ട് റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് അവസാനം ഇവെല്ലാം ഡിസ്കസ് ചെയ്ത് ഗൂവിന്റെ ഗെയിം തന്നെ റിലീസ് ചെയ്യാന്ന് അവൻ ഓക്കെ കൊടുക്കും. അതോടെ ഇവെല്ലാം സന്തോഷിച്ചിരിക്കുമ്പം ജിയാങ്ങിന് വീണ്ടും കട്ട ജലസാകും. അതുകൊണ്ട് അവന് നേരെ ഗൂവിന്റെ ടീം വിജയിച്ചപ്പം ചീലിങ് സന്തോഷപ്പെട്ടുകൊണ്ട് അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അപ്പോഴാണ് ചേച്ചി ഇത് മനസ്സിലാക്കി മിക്കവാറും വഴക്കുറയാനായിരിക്കും എന്ന് പറഞ്ഞ് ചീലിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്ത് അവൾ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കും. അതിനുശേഷം ചീലിങ് അവനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവന്റെ ദേഷ്യം എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് തീർക്കും. ചീലിങ് നീ ഗൂവിന്റെ ടീമിലൂടെ വർക്ക് ചെയ്തില്ലേ, നിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും കുറച്ച് ടെൻഷനോടെ അവൾക്ക് അവന്റെ ടീമിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ശരിയെന്നാ എങ്കിൽ പിന്നെ നീ പഠിച്ചതൊക്കെ ഇവിടെ കൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ, നമ്മുടെ ഗെയിം നീ മറക്കല്ല്, പോരാ നീ നമ്മുടെ ടീമിലെ മെയിൻ ആയിട്ടുള്ള അതുകൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യും, ഇവിടെ വർക്ക് ചെയ്യുമ്പം മറ്റേ ടീമിനെ കുറിച്ച് ആലോചിക്കല് ഏതിനെ ജിയാങ് അവളെ പറഞ്ഞേക്കുമ്പോഴാണ് ഇത് കണ്ട് ചേച്ചിയും അവൻ വല്ലതും വഴക്കുറഞ്ഞാൻ ചോദിക്കും. അപ്പോഴാണ് ഇവളും ഇൻഡയറക്റ്റ് ആയിട്ട് അവളെ കുത്തിയതെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗൂവും വരുന്നത്. ചീലിങ് നമ്മുടെ ഗെയിം സക്സസ് ആയതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോളേജ് പുറത്ത് നിന്ന് ഗെയിം കളിച്ചില്ല, അതേപോലെ ഒരു ഗെയിം ഉണ്ട്, നീ വരണം ഏതിന് അവൻ അവളെ വിളിച്ചിട്ട് പോകുമ്പോഴാണ് ഇവൾ ഓക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ജിയാങ് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവളിത് മനസ്സിലാക്കി ഓക്കെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പോയിക്കോളാം എന്നിട്ട് അവള് നൈസിന് സീറ്റിൽ ചെന്നിരിക്കും. അതിനുശേഷം അന്ന് വൈകിട്ട് ഇവെല്ലാം പുറത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഗൂവും ചീലിന്റെ ടീമിൽ ചേർന്നെന്ന് പറഞ്ഞ് അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ അവരെല്ലാരും കൂടെ ഏത് ടീമിൽ ചേരണം എന്ന് പറഞ്ഞ് ഓരോ കളറായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോഴാണ് ചീലിങ് എടുക്കുന്ന കളർ ഉണ്ട് പെട്ടെന്ന് കൂട്ടുകാരനും അതേ സെയിം കളർ എടുത്ത് ഗൂവിന്റെ അടുത്ത് തന്നെ കൊടുക്കും. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ചീലിങ് അവളുടെ കളർ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ വേറെ കളർ എക്സ്ചേഞ്ച് ചെയ്യും. അതോടെ ഗൂ അവളുടെ ഓപ്പോസിറ്റ് ടീമായി പോകും. ഇത് കണ്ട് അവനും ദേഷ്യത്തിൽ കൂട്ടുകാരനെ നോക്കുമ്പോഴാണ് അവള് മാറ്റിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവരെല്ലാം ഗെയിം കളിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അതേസമയം ആ ഷെന്നും ചീലിങ്ങിനോട് ഒരുമിച്ച് കളിക്കുന്ന ഇഷ്ടപ്പെടാതെ ഗൂ പെട്ടെന്ന് അവനെ പൊക്കി എടുത്തോണ്ട് സൈഡിൽ ചെന്ന് ഔട്ടാക്കും. അപ്പോഴാണ് ചീലിങ് ഇത് കണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് അവനും പെട്ടെന്ന് പിന്നെ ചീലിങ് നിന്റെ ടീമിലെല്ലാം നൂബാണല്ലേ, നിനക്ക് സപ്പോർട്ടിന് ഞാൻ വേണം നിന്റെ ടീമിൽ ചേരട്ടെ, എന്നാലേ എനിക്കത് ഫെയർ ആയിട്ട് തോന്നത്തുള്ളൂ എന്നീ അവനും അവളുടെ കൂടെ ടീമായിട്ട് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ചീലിങ്ങും അവൾ ഓരോ കില്ലെടുക്കുമ്പം അവളെ ജയിക്കാൻ വേണ്ടി ഗൂയിങ്ങിനെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ എടാ നീ എന്തിന് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, നീ പോയി വല്ല കില്ലെടുക്കാൻ നോക്ക് എന്നിട്ട് ഇവളും ദേഷ്യപ്പെടുമ്പം അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നീ ജയിച്ചാൽ മതിയെന്ന് അവ സന്തോഷത്തിരിക്കും. അതേസമയം ഇവിടെ ചീയും കൂട്ടുകാരന്റെ ടീംമേറ്റ് ആയത്
അവൾ സന്തോഷത്തിരിക്കും. അങ്ങനെ അവൻ എങ്ങനെയാ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അവൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടെ ഒരു പെങ്കൊച്ച് പേടിച്ചു വന്നിട്ട് ഇവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. അയ്യോ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം എന്നിട്ട് ഇവൻ അവൾക്ക് സഹായിക്കുമ്പോഴാണ് ഇത് കണ്ട് സെക്രട്ടറിക്ക് മൊത്തത്തിൽ ജലസാവും. കാരണം ഈ ഗെയിം തുടങ്ങിയപ്പോ തൊട്ട് ജൂനാൻ ആ പെങ്കൊച്ചിനോട് ക്രഷ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് അവളിങ്ങനെ ദേഷ്യത്തിരിക്കുമ്പോഴാണ് അതേസമയം ഇതെല്ലാം ചീരിങ്ങി മനസ്സിലാക്കി ഞാൻ നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ഷൂട്ട് ചെയ്ത് ഔട്ടാക്കും. അപ്പോഴാണ് ഇവളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗു നിനക്ക് സപ്പോർട്ട് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവന് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു നോക്കാതെ അവനെ ഔട്ടാക്കും. അതിനെ ശിവെല്ലാരും കൂടെ പുറത്ത് ചെന്ന് പാർട്ടി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സെക്രട്ടറിയും അവൾക്ക് താമസം വരാൻ വേണ്ടി വേറെ വീടിട്ടെന്ന് പറഞ്ഞ് ചീലിങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഗു ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ചീലിങ് നിന്റെ വർക്കെല്ലാം പൊളിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ടീമിലേക്ക് പെർമനന്റ് ആയിട്ട് നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു, നിനക്ക് ഇഷ്ടമുള്ളപ്പം ഞങ്ങളുടെ ടീമിൽ ചേരാം എന്നിന് ഇവനും പറഞ്ഞിട്ട് അവളും കുറച്ച് സന്തോഷത്തിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് ജിയാങ്ങും വരും. ചീലിങ് നീ ഓപ്പോസിറ്റ് ടീമിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ തോന്നല്ല, നീ നിന്റെ വർക്കെല്ലാം ചെയ്തു തീർത്തോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇവളും വർക്കെല്ലാം കഴിഞ്ഞിട്ട് എവിടേക്ക് വന്നതെന്ന് അറിയും. അപ്പോഴാണ് ഇത് കണ്ട് ഗുവും അയ്യോ ഇത് ജോലി ടൈം ഒന്നല്ലല്ലോ, വർക്ക് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി, അവൾക്ക് തോന്നുന്ന സ്ഥലത്ത് അവൾ പോവും എന്നിന് ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് ഇത് കണ്ട് ചീലിയും മൊത്തം ഷോക്കായി പോവും. അപ്പോഴാണ് കൂട്ടുകാരനും ഇവരോടൊക്കെ ഒരു കാര്യം പറയുന്നത് ഗുവും ജിയാങ്ങും ഇതിനുമ്പ് കട്ട ഫ്രണ്ട്സ് ആയിരുന്നെന്ന്. കാരണം കോളേജിൽ പഠിച്ചപ്പം ഗുവിന്റെ സീനിയർ ആയിരുന്നു ഇവൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ഗെയിമിലൂടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഇവർ തമ്മിൽ പ്രശ്നം വന്ന് കാണും. അങ്ങനെ ആ സിറ്റുവേഷനിൽ കൂട്ടുകാരൻ ഇവർ ഇടയെന്ന് ആ പ്രശ്നം സോൾവ് ചെയ്ത് നോക്കുമ്പോഴാണ് അവസാനം അവർ രണ്ടുപേരും അന്നാണ് അവസാനമായിട്ട് മീറ്റ് ചെയ്തത്. അങ്ങനെ അതോടെ അവർ ഫ്രണ്ട്ഷിപ്പ് അതോടെ അവസാനിച്ച്. അങ്ങനെ ഈ കാര്യമൊക്കെ കൂട്ടുകാരൻ ഇവരോട് പറയുമ്പോഴാണ് ഇവിടെ അതേപോലെ തന്നെ ഗുവും ജിയാങ് കൂടെ ഒരു മത്സരം വയ്ക്കും, നമ്മൾ ആരെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ജിയാങ്ങും എന്നെ പൊട്ടിക്കാൻ ആരില്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പരസ്പരം ഗെയിം കളിക്കുമ്പോഴാണ് അവസാനം അത് ഗു ജയിക്കും. അതോടെ പരസ്പരം വീണ്ടും ഇവർ തമ്മിൽ അടിയാകുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഇവരെ പിടിച്ചു മാറ്റും. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഇവർ മൊത്തത്തിൽ ഫിറ്റ് ആകുമ്പോഴാണ് സെക്രട്ടറിയും കൂട്ടുകാരനെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടാക്കും. അപ്പോഴാണ് അവനും ബോധമില്ലാതെ ഇന്ന് ഗെയിമിൽ വെച്ച കണ്ട പെങ്കൊച്ചിനെ ഇപ്പൊ തന്നെ വിളിച്ച് സെറ്റാക്കണം എന്ന് പറഞ്ഞ് അവനും ഫോൺ എടുക്കും. ഇത് കണ്ട് ചെയ്യും. അപ്പൊ ഇനിയിപ്പം ഇവനെ സെറ്റാക്കാൻ പറ്റത്തില്ലെന്ന് അവൾ ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് അവനും ബോധമില്ലാതെ ഫോൺ വിളിക്കുന്നത് ഇവളെയാണ്. അപ്പോഴാണ് ഇവൾ എന്തെന്നറിയാതെ ആ ഫോൺ എടുക്കുമ്പം ജൂനാണ് ടെൻഷനോടെ അയ്യോ മറ്റോള് ഫോൺ എടുത്ത് ഞാനിപ്പോ എന്തോ അവളോട് പറയണ്ട എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവൾ ഇവനോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് അറിയാതെ അവൾ കൺഫ്യൂസ് ആയിരിക്കും. അതോടെ അവന് ഫോൺ എടുത്തിട്ട് ഹലോ ഞാനിന്ന് മറ്റേ ഗെയിം വെച്ച് കണ്ട പയ്യനാ, നീ ഫോൺ നമ്പർ തന്നില്ലായിരുന്നില്ല, പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോ നിന്റെ നമ്പർ കിട്ടി എന്നിന് ഇവനും ബോധമില്ലാതെ മറ്റോളാന്ന് വിചാരിച്ച് ചീയെ പ്രപ്പോസ് ചെയ്യും. അതോടെ ഇവളും മൊത്തത്തിൽ ഷോക്കാകും. അയ്യോ ചീലിങ് നീ ഇപ്പൊ എന്തോ ചെയ്യുന്ന, എന്നെ ടച്ച് ചെയ്യല്ലേ പ്ലീസ്, ഞാൻ നല്ല കുട്ടിയാ എന്നിട്ട് അവന് ഓവർ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവന് പൊക്കിയെടുത്തോണ്ട് കാറി കൊണ്ടാക്കും. അതിനുശേഷം അവൾ അവനെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോഴാണ് അവൻ ബോധമില്ലാതെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അവൾക്കത് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ചീലിങ് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ജിയാങ് എല്ലാവർക്കും ഒരു മീറ്റിംഗ് വെച്ചേക്കും. അങ്ങനെ എല്ലാവരും ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് ചീലിങ്ങും ഇവരുടെ ഗെയിമിന് ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ വെക്കണം എന്ന് പറഞ്ഞ് അവൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ ഐഡിയാസ് ഒക്കെ ഇറക്കുന്നത് ഗൂന ആലോചിച്ചാണ്. അങ്ങനെ അവനും പട്ടിയൊക്കെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ അതേപോലെ ഒരു പയ്യനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവളും ജിയാങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇതെല്ലാം കേട്ട് ജിയാങ്ങിന് ഇഷ്ടപ്പെടുമ്പം ചീലിങ്ങിന്റെ കമ്പ്യൂട്ടർ അതിൽ കണക്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഗു അയക്കുന്ന മെസ്സേജ് എല്ലാം ഇവർക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് അവനും അവന്റെ ടീമിലേക്ക് ചേരുന്നതിനെ കുറിച്ച് വീണ്ടും മെസ്സേജ് ചോദിക്കുമ്പം ഇത് കണ്ട് ജിയാങ് പെട്ടെന്ന് ദേഷ്യത്തി ഇവളെ ആ ടീമിലേക്ക് പറഞ്ഞയക്കില്ലെന്ന് പറഞ്ഞ് അവളുടെ ഐഡിയ കിടില്ലെന്ന് പറഞ്ഞ് അവൾക്ക് പ്രൊമോഷൻ കൊടുത്ത് ടീം ലീഡർ ആക്കും. ഇതോടെ ചീലിനൊന്നും മനസ്സിലാവാതെ ഇത്രയും പെട്ടെന്ന് ടീം ലീഡർ ആക്കിയെന്ന് അവൾ മൊത്തത്തിൽ ഷോക്കാവും. പക്ഷെ ജിയാൻ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ഇപ്പൊ ഗു അയച്ച മെസ്സേജ് ആണ്. എന്ത് കാരണവശാലും ഇനി ഇവന്റെ ടീമിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകല്. അങ്ങനെ അന്ന് വർക്ക് കഴിഞ്ഞ് ഇവളും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഗു അതേസമയം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ കണ്ടിട്ട് അവനും ചീലിങ് നിനക്ക് പ്രൊമോഷനെ കിട്ടിയെന്ന് അറിഞ്ഞില്ല, കൺഗ്രാചുലേഷൻ എന്നിന് ഇവർ രണ്ട് സംസാരിച്ചോണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു പാറ്റയെ കണ്ട് ചീലിങ് മൊത്തത്തിൽ പേടിച്ച് അവന്റെ അകത്ത് ചാടും. അപ്പോഴാണ് അവനും ഇവൾ എന്തിനാ ഇപ്പൊ പേടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ചീലിന്റെ വീട്ടിലിരുന്ന് അവളുടെ അമ്മ പുറത്തേക്ക് വരും. ഇത് കണ്ട് ഇവര് ഷോക്കായിരിക്കുമ്പോഴാണ് ചീലിങ് താഴേക്ക് ഇറങ്ങിയിട്ട് അമ്മ നിങ്ങളെപ്പോഴാ നാട്ടിൽ നിന്ന് വന്ന് ഏതിന് അവള് ചോദിക്കുമ്പോഴാണ് അമ്മയും ഈ പയ്യൻ ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവള് ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബോസാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അമ്മ അടുത്തേക്ക് ഓടി വന്നിട്ട് മോനെ നിന്നെ കണ്ടിട്ട് സിംഗിൾ ആയിട്ട് തോന്നല്ലേ, നീ സിംഗിൾ അല്ലേ എന്നിന് അമ്മ ഇവൾക്ക് അവനെ സെറ്റ് ചെയ്യാൻ നോക്കും. അതോടെ അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് ആന്റി ഞാൻ സിംഗിളാ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നിന് അവൻ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്തോടെ ചീലിന് മനസ്സിലായി ഇനി ഇവിടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അവൾ അവളുടെ അമ്മയെ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം അടുത്ത ദിവസം
ചീലിങ് അവളുടെ അമ്മ എവിടെ പോയെന്ന് അറിയാതെ അവൾ പുറത്തേക്കൊന്ന് നോക്കുമ്പോഴാണ് അവിടെ ഗു ചീലിങ്ങിനെ സെറ്റാക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് കുറെ കെയർ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇവിടെ എന്തോ സംഭവിക്കുമെന്നറിയാതെ അവള് മൊത്തത്തിൽ സ്റ്റണ്ണായിരിക്കും. അപ്പോഴാണ് അമ്മ അവൻ ഇരിക്കാൻ പറഞ്ഞിട്ട്, ഓ മോനെ ഗു, നീ നല്ല പയ്യനാണല്ലേ, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളാണ് സഹായിക്കാൻ. നിന്നെ കാണുമ്പോഴേക്ക് എന്റെ കൊച്ചുകാലം എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇതേപോലെ ആയിരുന്നു. പോരാ രാവിലെ തന്നെ നീ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടായിക്കൊണ്ടെന്ന്. മോളെ ചീലിങ്, നിങ്ങൾ രണ്ട് ഇതിനും ഒരുമിച്ച് പഠിച്ചാണോ? ഇവൻ എവിടെ കണ്ട് ഓർമ്മയുണ്ട് എനിക്ക്. ഏതിന്റെ അമ്മയും ചോദിക്കുമ്പം പെട്ടെന്ന് ഗുവ സന്തോഷത്തി, ആണാൻറ്റി ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഏതിന്റെ അവന് ഹാപ്പി ആയിട്ട് അറിയുമ്പം എങ്കിൽ പിന്നെ അമ്മ ഇനി തൊട്ട് ഇവളെ സുരക്ഷയായിട്ട് നോക്കിക്കോളാൻ ചോദിക്കും. അതോടെ അവനും അവനുള്ളപ്പോ ചീലിനെ കുറിച്ച് പേടിക്കണ്ടെന്ന് ഇവ രണ്ടുപേരും അവളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അതോടെ അവളും നീ ഇപ്പൊ കുറച്ച് ഓവറായിട്ടാ പോന്നേന്ന് ഗുവിനെ അടക്കാൻ നോക്കുമ്പോഴാണ് അമ്മ ഇവളോട് ദേഷ്യപ്പെടും, എന്തിനാ പയ്യനെ വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞ്. അതിനേശം അമ്മയും അവളെ മിണ്ടാതെ കഴിക്കാൻ പറഞ്ഞിട്ട് ഗോവിന്റെ അടുത്ത് നിന്ന് ഫോൺ നമ്പർ അയച്ച് അവരുടെ സംസാരിച്ചോണ്ടിരിക്കും. ഇതോടെ ചീലി മൊത്തം ദേഷ്യത്തിലായി അവനെ വിളിച്ച് പുറത്തുപോയി സംസാരിക്കും. എടാ വന്നപ്പോ തൊട്ട് ഞാൻ നോക്കുക, നീ കുറച്ച് ഓവറായിട്ടാ പോന്നെ. നീ ഞങ്ങൾക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്തല്ലേ, നിനക്കപ്പോ തൊട്ട് ഇത്ര സ്നേഹമായ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവന് നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തേന്ന് അവളോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും അവരിറങ്ങുമെന്ന് പറഞ്ഞ് അവിടെ വരും. ഇത് കണ്ട് അവളും ഇപ്പൊ തന്നെ പോണെന്ന് അവളുടെ അമ്മയെ തടഞ്ഞിരുത്താൻ നോക്കുമ്പോഴാണ് ആ ഒരു അമ്മയ്ക്ക് ഒരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നേന്ന് അറിയും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോണെന്ന് പറയുമ്പോഴാണ് ഗുവും ബസ്സിൽ പോയ ലേറ്റാന്ന് പറഞ്ഞ് ഇവന്റെ കാർ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കാന്ന് പറയും. ഇതോടെ അമ്മയെ സന്തോഷത്തി എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് ചീലിങ്ങിനെയും വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഗുവും ചീലിങ്ങിന്റെ അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുമ്പോഴാണ് അതിനെ ശിവരണ്ടേനും പുറത്തേക്ക് പോയി സംസാരിക്കും. ചീലിങ്, നീ എന്റെ ടീമിലേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചായിരുന്നോ? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളിപ്പോ അവളുടെ ടീമിലെ ലീഡറായെന്ന് പറഞ്ഞ് അവള് കുറച്ച് ഗമ കാണിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയവനും എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് ചെയ്യാം, നീ എന്റെ ടീമിൽ വരുമെന്ന് ഞാൻ തന്നെ ചലഞ്ച് ചെയ്യുന്നു. ആണോ? എങ്കിൽ പിന്നെ ഞാൻ നിന്റെ ടീമിലേക്ക് വന്നില്ലെങ്കിൽ നീ ഇനി തൊട്ട് എന്നെ മാസ്റ്റർ എന്ന് വിളിക്കണം, മാസ്റ്റർ ചീലിങ്, മനസ്സിലായോ? ഏതിന് അവളും ചലഞ്ചിന് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവനും ഡീലെന്ന് പറയും. അതിനെ ശിവരന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളുടെ ലക്കേജ് ഒക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പാറ്റയെ കണ്ട് അവള് പേടിച്ച് നിലവിളിക്കും. ഇതോടെ ഗുവും ആ പാറ്റയെ ഞാൻ അടിച്ചു കൊല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അത് അവിടുത്തെ കബോർഡിലേക്ക് പോകും. ഇതോടെ അവനും അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ചീലിന് പെട്ടെന്ന് ഷോക്കാവും. കാരണം അതിനകത്താണ് ഇവൾ അവനെ വരച്ചു വെച്ചേക്കുന്നത്. അതോടെ അവളും പാറ്റ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞ് അവനെ ഡൈവേർട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് അതേസമയം പാറ്റ അതേ സ്ഥലത്തേക്ക് പോയി കാണും. ഇതോടെ അവൻ അതിനെ ചവിട്ടി കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് ചീലിങ് അവിടെ നിന്ന് ചെരുപ്പെടുത്ത് അതിനെ അടിച്ചാൻ കൊല്ലും. അപ്പോഴാണ് അവൻ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട്, ചീലിങ് നിന്റെ ചെരുപ്പൊക്കെ എന്ത് ഇങ്ങനെ മാറിയും തിരിഞ്ഞാ കിടക്കുന്നത്, നീ വീടൊന്നും വൃത്തിയാക്കത്തില്ല? ഏതിന് അവനും ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൾ അതൊക്കെ എപ്പോഴും വൃത്തിയായിട്ടായിരിക്കുന്നെന്ന് പറഞ്ഞ് ഈ പാറ്റ എടുത്തോണ്ട് പോയിക്കാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അങ്ങനെ സെക്രട്ടറി ഇവിടെ നിന്ന് താമസം മാറിയതോടെ ചീലിയും പഴയതുപോലെ ഒറ്റയ്ക്കായി. അങ്ങനെ അവളും പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അതോടെ അവളും കുറച്ച് ടെൻഷനായി പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറും. പക്ഷെ എന്നാലും ഇവള് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സ്റ്റെപ്പ് വഴി ഇവളെ വീണ്ടും ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അതോടെ അവളും മൊത്തത്തിൽ പേടിച്ചിട്ട് പെട്ടെന്ന് ഗുവിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവളും മൊത്തത്തിൽ പേടിച്ചിട്ട് ഇവൾ ആരോ ഫോളോ ചെയ്യുന്നെന്ന് പറയുമ്പോഴാണ് അങ്ങനെ അവന് ഇവളെ പേടിക്കണമെന്ന് പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ആരും കാണത്തില്ല. അപ്പോഴാണ് അവളും ഒരേ അതൊക്കെ ഇവളുടെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും എങ്കിൽ പിന്നെ CCTV ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഇവരവിടുത്തെ സ്റ്റാഫിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ആ സ്റ്റാഫും ആ CCTV മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് ചില ക്യാമറ ഒന്നും വർക്കിംഗ് അല്ലെന്ന് പറയും. അതുകൊണ്ട് ഇവർക്ക് സംശയപ്പെടുന്ന പോലെ ആ വീഡിയോക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പോലീസ് ഇതെല്ലാം കേട്ടിട്ട് ഗുവിനെ വാൺ ചെയ്യും, മോനെ നിന്റെ ഗേൾ ഫ്രണ്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നീ വേണം ഇങ്ങനെ പിക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഡേഞ്ചർ ആയിട്ടൊക്കെ സംഭവിക്കും, എന്തായാലും രാത്രി സമയമല്ല. ഏതിന് അയാളും ഗുവിനെ വാൺ ചെയ്യുമ്പോഴാണ് അവൻ ഇദ്ദേഹം ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷത്തി ഇനി തൊട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെ സുരക്ഷയായിട്ട് നോക്കിക്കോളാം പറയും. ഇതൊക്കെ കേട്ട് ചീലിയും ചെറുതായിട്ട് ഷോക്കിയിരിക്കുമ്പോഴാണ് അവൻ അവളുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ഇനി തൊട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണ് പവർ ബട്ടൺ നെക്കിയതെന്ന് പറഞ്ഞ് എമർജൻസി നമ്പറിനകത്ത് അവന്റെ നമ്പർ ആഡ് ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ചീലിങ് മൊത്തത്തിൽ പേടിച്ചു പോയി. രാത്രി സമയത്ത് ഒറ്റൊരുത്തിനും കയറി പോലെന്ന് പറഞ്ഞ് അവൾ ഡോറ് മൊത്തത്തിൽ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ച് അത് ഫുള്ള് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോഴാണ് അതേസമയം ഗുവും ഇവള് സമാധാനത്തിൽ ഉറങ്ങിയില്ലെന്ന് അറിയാൻ വേണ്ടി അവൻ അവിടേക്ക് വരും. അങ്ങനെ ഇവന്റെ സൗണ്ട് കേട്ട് അവളും ഇപ്പൊ തന്നെ ഇവന് വരണമെന്ന് പറഞ്ഞ് അവൾ എടുത്തു വെച്ച സാധനം എല്ലാം വീണ്ടും പഴയതുപോലെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന് കുറച്ച് സമയം എടുക്കുമ്പോഴാണ് ഗു ഇവള് വരാത്തണ്ട് ഇനി ഇവളെ ഫോളോ ചെയ്തവൻ അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞ് അവനും പെട്ടെന്ന് വാതിൽ പൊട്ടിച്ച് അകത്തേക്ക് കയറാൻ നോക്കും. അപ്പോഴാണ് അതേസമയം അവളും ഡോർ തുറന്നോടെ ഇവൻ അവളെ ചെന്ന് ഇടിച്ചിടും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇവൾക്കൊന്നും സംഭവിച്ചില്ലെന്ന്. അതിനുശേഷം അവനും ഇവളുടെ എടുത്തു വെച്ച സാധനങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ എന്തിനാ ഇവിടെ കിടക്കുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് അവള് സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചാന്ന് പറയും. അപ്പോഴാണ് അവൻ അവളുടെ പേടി മനസ്സിലാക്കി, ചീലിങ് നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇതിനകത്ത് ഇടാം, ഒരേശെ ആരെങ്കിലും വന്ന് ഇത് കാണുവാണ് നിന്റെ വീട്ടിൽ ആണുങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇവിടേക്ക് വരത്തില്ല. ഇനി നിനക്ക് എന്തെങ്കിലും പേടി ഉണ്ടല്ലോ എന്നെ എപ്പം വേണമെങ്കിലും ഫോൺ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ ഇവിടേക്ക് വരാം. ഏതിന് അവൻ അവളെ കെയർ ചെയ്തിട്ട് പോകുമ്പോഴാണ് വീണ്ടും ഗുവിനോട് ഇവൾക്ക് ചെറിയ ഫീലിങ്സ് തോന്നാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക.
ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ചീലിങ്ങിന് ആരാണ്ട് ഫോളോ ചെയ്യുന്ന പോലെ തോന്നിക്കാണും. അങ്ങനെ അവളുടെ പേടി മാറാൻ വേണ്ടി ഗൂവും അവന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ടെന്ന് ഇവളുടെ വീട്ടിൽ ആണുങ്ങൾ താമസിക്കുന്ന പോലെ വിശ്വസിപ്പിക്കും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ചീലിങ് അടുത്ത ദിവസം കമ്പനി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അതേസമയം ഇവളെ കാണാൻ വേണ്ടി ഇവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ടങ്ഷിൻ അവിടേക്ക് എത്തും. ഇത് കണ്ട് അവൾ മൊത്തത്തിൽ ഷോക്കാകുമ്പോഴാണ് അവൻ ഇവള് രാവിലെ തൊട്ട് കുറെ സമയം വിളിച്ചെന്ന് പറയും. പക്ഷെ അവള് ഫോൺ നോക്കി കാണത്തില്ല. അപ്പോഴാണ് ഇവള് കമ്പനി പോകുന്നിട്ട് ഇവൻ കൊണ്ടാക്കാന്ന് പറയുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടെ ഗൂവും വരും. അതോടെ ഇവനെ കണ്ട് അവനും ടെൻഷനായി പെട്ടെന്ന് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോഴാണ് ടങ്ഷിന് ദേഷ്യം വന്നിട്ട് ഇവനാണ് ഓൺലൈൻ ബോയ് ഫ്രണ്ട് അവളോട് ചോദിക്കുമ്പോഴാണ് അവൾ ഇവന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഗൂവോ ഓൺലൈൻ ബോയ് ഫ്രണ്ട് പറഞ്ഞ് രണ്ടുപേരും പരിചയപ്പെടുത്തും. അതോടെ പരസ്പരം രണ്ടൊരു ഷേക്കായിട്ട് എടുക്കുമ്പോൾ അവന്മാർ തമ്മിൽ നല്ല ബലം കൊടുക്കും. അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കി ചീലിങ്ങും എങ്കിൽ പിന്നെ ഞാൻ വർക്കിനാവെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മുങ്ങാൻ നോക്കും. പക്ഷെ ടങ്ഷിനും അവൻ കൊണ്ടാക്കാന്ന് പറയുമ്പോഴാണ് ഗൂ പെട്ടെന്ന് ബോയ് ഫ്രണ്ട് ഉള്ളപ്പോൾ പിന്നെന്തിനെ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് ചീലിങ്ങിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കും. അങ്ങനെ ഇവന്മാർ തമ്മിൽ പ്രശ്നം നടക്കുമ്പോഴാണ് ചീലിങ്ങും നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവസാനം രക്ഷപ്പെടും. അപ്പോഴാണ് ടങ്ഷിനും പറയുന്നിട്ട് ചീലിങ് അത് മാത്രമല്ല, ഞാനിവിടെ ഒരു കല്യാണത്തിന് വന്നേ, ഇടയ്ക്ക് എനിക്ക് നെഞ്ചുവേന എടുത്ത് ഞാൻ പോകുന്ന വഴിക്ക് ആശുപത്രിക്കും പോവുക, അതുകൊണ്ട് നിന്നെ കൊണ്ടാക്കാം. ഏതിന് അവന് ഐഡിയ ഇറക്കുമ്പോൾ ചീലിങ് അവന്റെ കൂടെ പോകാന്ന് പ്ലാൻ ചെയ്യും. അപ്പോഴാണ് ബാക്കി ഗൂവും തടയാൻ നോക്കുമ്പോൾ ടങ്ഷിൻ അവനെ പിടിച്ച് തള്ളിയിടും. അതോടെ ഗൂവും ദേഷ്യത്തി എടാ നീ ഇപ്പൊ നിന്നോട് എന്നെ തള്ളിയിട്ട. ഏതിന് ഇവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് ചീലിങ് അതൊന്നും വിശ്വസിക്കാതെ എടാ ഗൂ അവന് നെഞ്ചുവേന എടുക്കുന്നത്, അവനെങ്ങനെ നിന്നെ തള്ളുന്നത്, വാ ടെൻഷൻ നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നിന് അവരുടെ അവിടെ നിന്ന് പോകും. ഇതോടെ ഗൂവിന് മൊത്തം ജലസാകും. അതിനുശേഷം ഇവളും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ആ ടെൻഷൻ ഇവൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചേക്കും. അങ്ങനെ അതൊരു വില കൂടിയ ഡ്രസ്സാണ്. അങ്ങനെ അതും കൊടുത്തയച്ചിട്ട് അവൻ അടുത്തുള്ള റെസ്റ്റോറന്റ് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് ഇതെല്ലാം കണ്ട ചേച്ചിയും മിക്കാറ് ഈ ഗിഫ്റ്റ് എന്ന പയ്യന് ഇവളോട് ക്രഷ് ഉണ്ടെന്ന് പറയും. അതോടെ ചീലിങ്ങും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവളെ റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് ഗൂ പെട്ടെന്ന് ആ ചേച്ചിയുടെ അടുത്ത് വന്ന് ചീലിങ് അവിടെ പോയതാൻ തിരക്കും. അതോടെ അവരെല്ലാം സത്യം പറയുമ്പോഴാണ് ഇവൻ അപ്പം തന്നെ അവരെ കാണാൻ വേണ്ടി ഇറങ്ങും. അതേസമയം ചീലിങ് ഇവിടെ ഈ ഡ്രസ്സൊന്നും അവൾക്ക് വേണമെന്ന് പറയുമ്പോഴാണ് അവൻ ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചാന്ന് പറയും. എങ്കിൽ പിന്നെ അവളും പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ അവനത് വാങ്ങിക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് കറക്റ്റ് അവിടെ ഗൂവും വന്നിട്ട് ഓ വാട്ട് എ കോയിൻസിഡൻസ്, ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ, എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ഏതിന് അവൻ ഇവരുടെ അടുത്തേക്ക് ഇരിക്കും. ഇത് കണ്ട് ടങ്ഷിനും ദേഷ്യത്തിരിക്കുമ്പോഴാണ് ഗൂ ഇവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ചീലിങ്ങിനെ കടിപ്പിച്ച് അവൻ ബോയ് ഫ്രണ്ട് ആക്ട് ചെയ്തോണ്ടിരിക്കും. ചീലിങ് നീ ഇവിടെ വന്ന കാര്യം എന്നോട് എന്താ പറയാത്ത, നിന്നെ ഗിഫ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞല്ലേ, ഇതാണ് ഇത്. ഏതിന് അവൻ ആ ഫ്ലോയിൽ പോകുമ്പോഴാണ് ഇനി ഇവിടെ നിന്ന സീനാന്ന് പറഞ്ഞ് ചീലിങ് ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതോടെ ഗൂ അവന്റെ ഫോൺ എടുത്തിട്ട് പിന്നെ ടങ്ഷിൻ ഈ ഡ്രസ്സിന് എത്ര എന്ന് പറ, ഞാൻ എന്റെ പൈസ നേക്കാം. ഏതിന് ഇവനും പറയുമ്പോൾ ടങ്ഷിൻ അവൾക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താന്ന് പറയും. അപ്പോഴാണ് ഗൂവും ഒരു ബോയ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവൻ ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൻ ഫോഴ്സ് ചെയ്ത് ഈ ഡ്രസ്സിനുള്ള പൈസ എല്ലാം ടങ്ഷിൻ തന്നെ അയച്ചു കൊടുക്കും. അതിനുശേഷം അവന് ഫുഡ് എടുത്ത് കഴിക്കാൻ പോകുമ്പോഴാണ് അറിയാതെ ആ ഫുഡെല്ലാം ഡ്രസ്സിനകത്ത് വീഴും. ഇതോടെ ടങ്ഷിനും ദേഷ്യത്തി എടാ നീ മനഃപൂർവ്വം ചെയ്തില്ല, ഇതൊക്കെ ഞാൻ വന്നപ്പോ തൊട്ടേ നോക്കുക, നീ എന്നെ എതിർക്കാൻ വേണ്ടി കുറെ ചെയ്യുന്നുണ്ട്. എന്നിന് ഇവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് ചീലിങ് വന്നിട്ട് എന്തോ പ്രശ്നം ജയിക്കും. അപ്പോഴാണ് ഗൂവും അറിയാതെ ഡ്രസ്സിനകത്ത് അഴിക്കൊറ്റയെന്ന് പറയുമ്പോൾ ടങ്ഷിൻ ഇവ മനഃപൂർവ്വം ചെയ്തെന്ന് ഇവരുടെ ഒരു വഴക്കാകും. അപ്പോഴാണ് ചീലിങ് ഇവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഗൂഷൻ നിനക്കിപ്പോ ഒരു മീറ്റിംഗ് ഇല്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ. ഏതിന് അവനെ പറഞ്ഞിടാൻ നോക്കുമ്പോഴാണ് ഗൂ നിനക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട ടെൻഷനും സമാധാനത്തിൽ ഇവളോട് സംസാരിക്കുമ്പോൾ ഒരു സമയം കിട്ടത്തില്ലെന്ന് അവൻ വീണ്ടും അപ്സെറ്റ് ആകും. അങ്ങനെ അതേസമയം ചീലിനെ വിളിച്ചോണ്ട് ഗൂവും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ അവന്റെ കൈവിടാൻ പറഞ്ഞിട്ട് എടാ ഗൂ മതി, ഇനി അവനൊന്നും നമ്മളെ ഫോളോ ചെയ്യത്തില്ല, നീ എന്തിനാ ഡ്രസ്സ് അഴുക്കാക്കിയേ, നല്ല പുതിയ ഡ്രസ്സായിരുന്നു. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓ ചീലിങ് അത് അറിയാതെ പറ്റിപ്പോയതാ, പോരാതെ ആ ഡ്രസ്സിനുള്ള പൈസ ഞാൻ കൊടുത്ത്, വേണേ നമുക്ക് ഇന്ന് വൈകിട്ട് ഒരുമിച്ച് വാഷ് ചെയ്യാം. ഏതിന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവളും പുച്ചെത്തി ഓ ഇപ്പോഴും നീ ബോയ് ഫ്രണ്ട് ആക്ട് ചെയ്യുന്ന മാറിയിട്ടില്ല, നമ്മൾ ആക്ട് ചെയ്ത് അല്ലാതെ റിയൽ കപ്പിൾസ് ഒന്നല്ല. ഏതിന് അവളും പറയുമ്പോഴാണ് അവൻ ഇവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പോകുന്നവരെ നമ്മൾ കപ്പിൾസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന പറയും. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇവരും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം രാത്രി ചീലിങ്ങിന്റെ വീട്ടിൽ മാത്രം പവർ കട്ടാകും. അങ്ങനെ അവൾ എന്താ പ്രശ്നം എന്നറിയാതെ ഗൂവിനൊക്കെ വിളിച്ചു നോക്കുമ്പോഴാണ് ആ ഫോൺ എടുക്കത്തില്ല. കാരണം അവൻ ഇവിടുത്തെ CCTV ഒന്നും വർക്ക് അല്ലാത്തതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കും. അങ്ങനെ അവൻ അവിടുത്തെ സ്റ്റാഫായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവൾ അവിടുത്തെ ബ്രേക്കറൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ടങ്ഷനും വരും. ചീലിങ് നീ അതൊന്നും തൊടല്ലേ, അതൊക്കെ ഡേഞ്ചറാ. ഏതിന് അവൻ ഇവിടേക്ക് വരുമ്പോഴാണ് അവളും പെട്ടെന്ന് ഷോക്കായി ഇവൻ എന്തിനാ ഈ സമയത്ത് ഒന്നേം ചോദിക്കും. അപ്പോഴാണ് അവനും നാളെ രാവിലെ അവൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്, ഇവൾക്ക് ബായ് പറയാൻ വന്നേന്ന് പറയും. അതിനുശേഷം അവനും ഇലക്ട്രീഷ്യനെ ഫോൺ വിളിച്ച് അത് മൊത്തത്തിൽ ശരിയാക്കും. അങ്ങനെ അതേസമയം ഗൂവും CCTV ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവനും തിരിച്ച് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ചീലിയും കുറെ പ്രാവശ്യം വിളിച്ചേക്കുന്ന ഇവൻ കാണുന്നത്. അതോടെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇവനും പേടിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ടങ്ഷനും ആ ഇലക്ട്രീഷ്യന് പൈസ കൊടുക്കാൻ വേണ്ടി പോകും. അതോടെ ഗു അവിടെ ചെന്നിട്ട് അവൻ അതിനുള്ള പൈസ പേ ചെയ്യുമ്പോഴാണ് ടങ്ഷന്റെ ഫ്രണ്ട് വീണ്ടും ഇവരൊരു കപ്പിൾസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ടങ്ഷനും ഗുവിന് അഡ്വൈസ് ചെയ്യും ഒരു ഗേൾ ഫ്രണ്ട് ഒറ്റയ്ക്കാക്കിയിട്ട് രാത്രി സമയത്ത് ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകില്ലെന്ന്. അപ്പോഴാണ് അവനും ഇനി അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ ഗുവും അവനെ താഴെ വരെ കൊണ്ടാക്കിട്ട് വരാന്ന് പറഞ്ഞ് ഇവൻ അവൻ്റെ കൂടെ താഴേക്ക് വരെ പോകുമ്പോഴാണ് ടങ്ഷന് ഇവിടം വരെ
കൊണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഗൂവിനെ തിരിച്ചു പോകാൻ പറയും. അപ്പരാണ് ഗൂവും ഓക്കെ ഞാൻ പോയിക്കോളാം, പിന്നെ ചീലിംഗ് എന്റെ ഗേൾ ഫ്രണ്ടാ, അതുകൊണ്ട് ഇനി അവളുടെ പുറകെ ഇങ്ങനെ നടന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന പേര് ഇത്രയും പ്രായമായിട്ട് അവളുടെ പുറകെ ഇങ്ങനെ നടക്കാവോ? ഏതിനെ ഗൂ ആക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് ശരിയെന്നാ ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അത്രയും ക്ലോസ് അല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും ഞാൻ ഒന്നും പറയാത്ത. നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അവളെ സന്തോഷമായിട്ട് നോക്കണം. ഏതിന് ഇവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഗൂവും ചെറുതായിട്ട് സ്മൈൽ ചെയ്തിട്ട് അവൻ തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് അവിടെ തൊപ്പിയിട്ട ഒരാള് ചീലിങ്ങിന്റെ വീട് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇതോടെ അവനും ഡൗട്ട് അടിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് ഇവിടുത്തെ വാച്ച്മാൻ ആയിരുന്നു. അങ്ങനെ അവനും ഈ കോലത്ത് എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അയാളും ചെറിയ ടെൻഷനോടെ ഒരു പാർട്ടിക്ക് പോയിട്ട് വന്നേന്ന് പറഞ്ഞ് അവനെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗൂവിന് ചെറുതായി ഡൗട്ട് അടിക്കുന്നത് ഇനി ഒരു ചീലിങ്ങിനെ ഫോളോ ചെയ്യുന്നത് ഇവനല്ല ആയിരിക്കുമെന്ന്. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം ഗൂവും ആ വാച്ച്മാൻ അവിടെ ഇരിക്കുന്നുണ്ട് അവന് ചീലിങ്ങിനെ ആക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഇവനും കുറച്ച് ദിവസം നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് അവളുടെ കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവനും പിടിച്ചിരുത്തിയിട്ട് ചീലിങ് അത്രയ്ക്കും പെട്ടെന്ന് പോവല്ലേ, കുറച്ച് സ്നേഹമൊക്കെ കാണിക്കണം, ഒരു ബോയ് ഫ്രണ്ട് നാട്ടിലേക്ക് പോവല്ലേ, ഞാൻ തിരിച്ചൊരു എന്തൊക്കെ വാങ്ങിച്ചോണ്ടിരണം. ഏതിന് ഇവ രണ്ട് സ്നേഹത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇതെല്ലാം വാച്ച്മാനും കേട്ടിട്ട് എങ്കിൽ പിന്നെ രാത്രി ചീലിങ് ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞ് ഗൂ വിചാരിച്ച പോലെ തന്നെ ആ വാച്ച്മാനായിരുന്നു ഇവളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇവന് രാത്രി അവിടുത്തെ പവറൊക്കെ ഓഫ് ചെയ്തിട്ട് ചീലിന്റെ മുറിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ഇവരുടെ ട്രാപ്പി ആ വാച്ച്മാൻ പെടും. അതോടെ ഗൂവും അവനെ പിടിച്ച് കൈക്കലാക്കുമ്പോഴാണ് ചീലിങ് പാത്രം എടുത്ത് അവൻ അടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഗൂവും പറഞ്ഞിട്ട് എന്റെ അമ്മ നീ അവനെ കൊല്ലല്ലേ, നമുക്ക് പോലീസിനെ വിളിക്കാം. ഏതിന് ഇവ രണ്ടുപേരും ആ വാച്ച്മാനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാക്കും. അതോടെ പോലീസ് കേസ് ഏറ്റെടുത്തിട്ട് എന്തായാലും ഒരു ബുദ്ധിശാലിയായിട്ടുള്ള ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് ഗൂവിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവന് സക്സസ് ആയ ഒരു സന്തോഷത്തിൽ ചീലിനെ കണ്ടോണ്ടിരിക്കും. അതിനുശേഷം പ്രശ്നമെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അതേസമയം ചീലിങ്ങിന്റെ അമ്മ ഗൂവിനെ ഫോൺ വിളിക്കും. പക്ഷെ ആ ഫോൺ നമ്പർ സേവ് ചെയ്ത് ചേക്കുന്നത് മദർ ഇൻ ലോ എന്നാണ്. ഇത് കണ്ട് അവള് ഷോക്കായി, മദർ ഇൻ ലോയോ, നിനക്ക് എപ്പോഴാണ് കല്യാണം കഴിഞ്ഞ? എന്നിന് ഇവളും ചോദിക്കുമ്പോൾ അവന് ചിരിച്ചോണ്ട് ആ ഫോൺ എടുക്കും. അപ്പോഴാണ് സംസാരിക്കുന്നത് അവളുടെ അമ്മയാന്ന് അവൾക്ക് അറിയുന്നത്. ഇതോടെ അവള് മൊത്തത്തിൽ ഷോക്കായി പോകുമ്പോഴാണ് അവൻ എന്തിനാ ആന്റി ഇപ്പൊ വിളിച്ചെന്ന് ഇവ രണ്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ചീലിന്റെ അമ്മയും ഗൂവിന്റെ അമ്മയോടെ ഒരുമിച്ച് പഠിച്ചതെന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങിക്കും. അപ്പോഴാണ് ഇതെല്ലാം ചീലിയും കേട്ടിട്ട് അമ്മേ നിങ്ങൾ എന്തിനാ അവനെ വിളിച്ചൊക്കെ സംസാരിക്കുന്നത്? ഏതിന് ഇവളടക്കേറി സംസാരിക്കുമ്പോഴാണ് അമ്മയും നീ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ചെയ്യാതെ ഗൂവിനോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇതോടെ അവളും ദേഷ്യത്തി എന്റെ അമ്മയുടെ പേരെന്തിനാണ് മദർ ഇൻ ലോ സേവ് ചെയ്ത് വെച്ചെന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് അവനൊരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സേവ് ചെയ്തതെന്ന് പറയും. അതിനുശേഷം അവളും വെറൈറ്റി കുറച്ച് കൂടിപ്പോയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗു ആ വാച്ച്മാനെ പിടിച്ചപ്പം ഇവന്റെ ഷോൾഡർ ചെറുതായിട്ട് ഒളുക്കി കാണും. ഇത് മനസ്സിലാക്കി അവളും നിന്റെ ഷോൾഡർ ഒളിക്കുകയെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കും. അതോടെ അവന് സന്തോഷത്തി ചെറുതായിട്ട് കാലും വേദനെടുക്കുന്ന പറയുമ്പോഴാണ് അവള് നിന്റെ കാൽ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് അവനെ ചവിട്ടാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ശരി എനിക്ക് മസാജ് ഒന്നും വേണ്ട, എല്ലാം ഓക്കെ ആയി, എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോകും, നീ റെസ്റ്റ് എടുത്തോ. എന്നിന് അവനും കുറച്ച് കെയറോടെ അവിടുത്തെ ജനാലേക്ക് ക്ലോസ് ചെയ്തിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചീലിങ് മനസ്സിൽ വിചാരിക്കും ഇനി ഒരുപക്ഷെ അവൻ ഇവളോട് ക്രഷല്ലുണ്ടോന്ന്, കാരണം അന്ന് കോളേജ് വെച്ച് റിജക്ട് ചെയ്താണ്. അങ്ങനെ ആ ചീത്ത പേര് മാറാൻ വേണ്ടിയ ഇവളുടെ പുറകെ വരുന്നെന്ന അവൾ വിചാരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം കൂട്ടുകാരനും അവന് ലൈൻ സെറ്റായി എന്ന് പറഞ്ഞ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടുമ്പോഴാണ് ചീലി ഇത് കണ്ട് മിക്കാറ് ചീയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിരിക്കും. അതിനുശേഷം അവന് പാർട്ടിക്കൊക്കെ ഇവരെ വിളിച്ച് അന്ന് രാത്രി ചീലിങ് അതിന് പോകുമ്പോഴാണ് ഇവൾ അറിയുന്നത് കൂട്ടുകാരനെ സെറ്റായത് ചീയല്ല, അന്ന് അവൻ സെറ്റാക്കാൻ നോക്കിയ ആ പെങ്കൊച്ച് തന്നെയാണ്. അതോടെ ചീലിങ്ങും ചീയ്ക്ക് മെസ്സേജ് അയച്ച് അപ്പൊ ഇവരുടെ ഒരു കപ്പിൾസ് ആയും ചോദിക്കുമ്പോഴാണ് അവള് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യും. കാരണം ഇവർ സെറ്റ് ആയതുകൊണ്ട് അവൾ മൊത്തത്തിൽ ഹാർട്ട് ബ്രോക്കൺ ആയി. അങ്ങനെ കൂട്ടുകാരനും അവന്റെ ഗേൾ ഫ്രണ്ട് എല്ലാരും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഇവന്മാരുടെ പഴയ റൂംമേറ്റും ഈ ജൂനാൻ കുറച്ച് ഗേൾ ഫ്രണ്ട് ഒന്ന് ഷോ കാണിക്കാന്ന് പറഞ്ഞ് ഗൂവിനോട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി ഗൂവിനെയും ചീലിങ്ങിനും സെറ്റാക്കാനുള്ള ചാൻസ് ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോകും. അതിനുശേഷം ഗു അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് സംസാരിക്കാൻ നോക്കും. ചീലിങ് നീ ജ്യൂസ് കുടിക്കുന്നോ? എന്നിട്ട് അവനും ചോദിക്കുമ്പം അവളും ജ്യൂസ് ഒന്നും കുടിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്ക് പാട്ട് പാടാന്ന് പറയുമ്പോഴാണ് അവൾ ഇവന്റെ കൂട്ടുകാരനും ഗേൾ ഫ്രണ്ടും കൂടെ പാടുന്ന പാട്ട് തന്നെ സഹിക്കാൻ വയ്യെന്ന് പറയും. എങ്കിൽ പിന്നെ അവസാനമായിട്ട് ഗെയിം കളിക്കാന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളും വരാന്ന് പറയും. അപ്പോഴാണ് അതേസമയം കൂട്ടുകാരനും ചീലിങ്ങിനും കൂടെ പാടാൻ വേണ്ടി വിളിക്കും. അതോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇപ്പോഴാ ഒന്ന് സെറ്റായി വന്നേന്ന് പറഞ്ഞ് ഗൂവും ദേഷ്യത്തെ അവനും നോക്കും. അങ്ങനെ ഇവരെല്ലാം പാർട്ടി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷെന്നും വരും. ഇതോടെ ഇവരെല്ലാം മൊത്തത്തിൽ പരിചയപ്പെടുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ജൂനാൻ അവന്റെ ഫോൺ എടുക്കും. ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ട്രൂത്ത് ഗെയിമാണ്, അതായത് സത്യം മാത്രമേ പറയാവൂ. കളി തോറ്റോന്നവർക്ക് ഈ മൊബൈലിൽ പറയുന്ന ടാസ്ക്
നിങ്ങൾ ചെയ്യണം. ഏതിന് ഇവരെല്ലാം ഗെയിം കളിക്കുമ്പോഴാണ് അവസാനം ഷെന്നും ഗു മാത്രമേ മത്സരത്തിൽ കാണത്തുള്ളൂ. അപ്പോഴാണ് ഗു ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അവൻ ഇതുവരെ ആരും ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് സത്യം പറയും. ഇതോടെ അവരെല്ലാം മൊത്തം ഷോക്കായി. അപ്പൊ ഗു ഇതുവരെ ആരും ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് അവരെല്ലാരും കൂടെ ചോദിക്കും. ഇതോടെ ഗുവും നാണം കെട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഷെന്നും ഞാൻ ഇതുവരെ ആരും ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ ഈക്വലായിട്ട് നിൽക്കും. അതോടെ അവസാനം മത്സരത്തിൽ ആരെ ജയിക്കാമെന്ന് നോക്കുമ്പോഴാണ് ഗുവിന്റെ കൂട്ടുകാരനും അവൻ ഇതുവരെ പെണ്ണുങ്ങളെ ടച്ച് പോലും ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് ഷെന്ന് ഇത് കേട്ടിട്ട് അയ്യോ ഞാൻ കിൻഡർ ഗാർഡിനെ വെച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവന് മത്സരത്തിൽ തോറ്റും. അപ്പോഴാണ് ഗു ഇതിട്ടിട്ട് എന്തായാലും ടച്ച് ചെയ്തിട്ടും ജയിച്ചെന്ന് പറഞ്ഞ് അവന് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും മത്സരത്തിൽ തോറ്റതിന് ഷെന്നിന് പനിഷ്മെന്റ് എന്താന്ന് മൊബൈലിൽ നോക്കുമ്പോഴാണ് അവൻ ഇഷ്ടപ്പെട്ട പെങ്കൊച്ചിനെ ഇപ്പത്തിന് പ്രൊപ്പോസ് ചെയ്യണമെന്ന് അവൻ വായിച്ചു പറയും. ഇതോടെ ഗുവും ദേശത്തി ഇത് തന്നെ പറയണമെന്ന് അവന് നോക്കുമ്പോഴാണ് ഷെന്നും ഇതാ ചാൻസ് എന്ന് പറഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ ഇപ്പൊ ഫോം വിളിക്കാൻ പോവാന്ന് പറയും. അതോടെ ഗുവിന് മനസ്സിലായി ഇവൻ ചീലിനെ വിളിച്ച് പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന്. അതോടെ അവൻ അവൻ്റെ ഫോം വാങ്ങിച്ചിട്ട് എടാ നിന്റെ ഫോൺ കൊള്ളാല്ലേ നമുക്കൊരു സെൽഫി എടുക്കാം ഏതിന് ഇവനും തട്ടിപ്പറിക്കുമ്പം അവന് ഞാൻ പ്രൊപ്പോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അതോടെ കൂട്ടുകാരനെ മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാന്ന് പറഞ്ഞ് ഷെന്നിനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യും. അതോടെ അവന് ചീലിനെ പ്രൊപ്പോസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടത്തില്ല. അങ്ങനെ ഈ പാർട്ടി നന്നായിട്ട് കഴിഞ്ഞ് ചീലിങ് അവിടെ നിന്ന് നേരെ സെക്രട്ടറി കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും കൂട്ടുകാരനെ കിട്ടാത്ത വിഷമത്തി ഫുള്ള് ഫിറ്റായി കിടക്കും. ഇതോടെ ചീലിങ് അവൾ പൊക്കിയെടുത്തോണ്ട് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും ബോധമില്ലാതെ എന്തായാലും അവൻ ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ തന്നെ പറയാൻ പോകുന്ന പറഞ്ഞ് അവളുടെ ഫോൺ എടുക്കുമ്പോഴാണ് ചീലിങ് ഇത് കണ്ടിട്ട് എടാ നിനക്കെന്ത് വട്ടാണോ നീയല്ലേ കുടിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞ് ഇനി തൊട്ട് അവന് നീ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന് ഇപ്പൊ എന്തിനാ അവനൊക്കെ ഫോൺ വിളിക്കാൻ പോന്ന്. എന്നിട്ട് ഇവളും ബോധമില്ലാത്ത സെക്രട്ടറിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷെന്നും ഇന്നലെ പ്രൊപ്പോസ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഇന്ന് പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് വാങ്ങിച്ചു വെച്ചേക്കും. അങ്ങനെ അതിനെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ചീലിങ് വന്നിട്ടേ കേക്ക് വെട്ടത്തുള്ളെന്ന് അവൻ കട്ട വെയിറ്റിംഗ് നിൽക്കും. അപ്പോഴാണ് അവിടേക്ക് ചീലിങ് വരുന്നത്. ഇതോടെ അവന് സന്തോഷത്തി അവൻ ചീലിനെ വിളിച്ച് കേക്ക് വെട്ടാൻ വേണ്ടി പറയും. കാരണം കേക്കിനകത്ത് ഇവ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന പോലെ സ്റ്റിക്കറാണ്. ഇത് മനസ്സിലാക്കി ഗുവും മിക്കവാറും ഇപ്പൊ അവൻ പ്രൊപ്പോസ് ചെയ്യാൻ പോവെന്ന് പറഞ്ഞ് അവന് കേക്ക് ഞാൻ വെട്ടാന്ന് പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ രണ്ടായിട്ട് കീറി അവൻ ആ കേക്ക് കൊളവാക്കി ചീലിന്റെ കൊടുക്കും. ഇതോടെ ഷെന്നും മൊത്തത്തിൽ ദേഷ്യത്തിലാവുമ്പോഴാണ് എങ്കിൽ പിന്നെ ബർത്ത്ഡേ ഓവർ എന്ന് പറഞ്ഞ് ഗു ആ പയ്യന്റെ സ്റ്റിക്കർ മാത്രം വെട്ടി ഷെന്നിന് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ചീലിങ് കേക്ക് കഴിക്കുമ്പം അവളുടെ ഫേസിനകത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവൻ ഓടിച്ചെന്ന് ടിഷ്യൂ പേപ്പർ കൊടുക്കുമ്പോഴാണ് അതേസമയം ഷെൻ അവിടേക്ക് വന്ന് അവനെ തുടച്ചു കളയും. അതോടെ വീണ്ടും ഇവർ തമ്മിൽ ആരാ ചീലിങ്ങിനെ സെറ്റാക്കാൻ പോവെന്ന് അടിയാകും. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പോയതിനു ശേഷം ഇപ്പൊ ഷെങ്ങായിരിക്കും ഗുവിന്റെ ലവിന് പ്രശ്നമായിട്ട് വരുന്നത്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ചീലിയും പടം വരച്ച പ്രോജക്റ്റ് ഒക്കെ അവള് ഗുവിനോട് കാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ അതെല്ലാം കണ്ട് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ അന്ന് രാത്രി പാർട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വരെ എന്തിനാ താമസിച്ചാൻ ജയിക്കും. അപ്പോഴാണ് അവളും ലവ് ഫെയിലർ ആയ ഫ്രണ്ടിനെ കാണാൻ പോയതെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ചീലിങ് അവിടുന്ന് ജിയാങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഗുവിന്റെ ഡിപ്പാർട്ട്മെന്റ് കുറച്ചു പേർക്ക് കീബോർഡൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോഴാണ് ചീലിങ്ങും ഇവൾക്ക് ഗു കമ്പനി വാങ്ങിച്ച പോലെ എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ വരുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സെക്രട്ടറി ഓടിയെത്തി അന്ന് ഇവൾക്ക് ഗു വാങ്ങിച്ചെന്ന കീബോർഡ് അവന്റെ സ്വന്തം പൈസ ഇറക്കിയതാന്ന് പറയും. അപ്പോഴാണ് ചീലിന്ന് മനസ്സിലാവുന്നത് അവൻ കമ്പനിയിൽ നിന്ന് എടുത്ത പൈസ എന്നല്ല ആ കീബോർഡ് വാങ്ങിച്ചെന്ന്. അതോടെ അവളും ചെറിയ സന്തോഷത്തോടെ അവിടെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അന്ന് വൈകിട്ട് ജിയാങ്ങും ഒരു ഇൻവെസ്റ്ററിനെ വിളിച്ചോണ്ടെന്ന് ചീലിങ്ങിന് അവൾ റെഡിയാക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവര് മൂന്നുപേരും കുറെ സമയത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ ഗുവിന്റെ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാരണമായിട്ട് ചീലിങ്ങിന് ഫോൺ വരുമ്പോഴാണ് ഇവൾ ഇവിടെ മീറ്റിംഗിലുള്ളതുകൊണ്ട് ആ ഫോൺ സൈലന്റ് ഇട്ടോണ്ടിരിക്കും. ഇതൊക്കെ ജിയാങ് മനസ്സിലാക്കിയിട്ട് ഇവളെ മനഃപൂർവ്വം അവിടെ പോകാതിരിക്കാൻ വേണ്ടി അവനും പ്രോജക്റ്റിനെ കുറിച്ച് കുറെ ഇദ്ദേഹത്തിനോട് എടുത്തുറന്നിട്ട് അവൻ കുറെ സമയം അങ്ങനെ കളയും. അങ്ങനെ വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് അങ്ങേരും പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ഇവളും ഗുവിന്റെ ടീമിലേക്ക് പോകുമ്പോഴാണ് ഇവളുടെ ടീം ലീഡറും അങ്ങേര് എപ്പോഴാ സമയമില്ലെന്ന് പറഞ്ഞ് പോയെന്ന് പറയും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട് അദ്ദേഹം 6 മണി വരെയോടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോഴാണ് അവർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ചീലിങ് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. അതോടെ അവളും ഗുവിന് ചെന്ന് കണ്ട് അവൾ അറ്റൻഡ് ചെയ്യാൻ പറ്റതിന് സോറി ചോദിച്ചിട്ട് അവളെ ഇൻവെസ്റ്ററിനോട് വീണ്ടും കോൺടാക്ട് ചെയ്ത് നോക്കാന്ന് പറയും. അതേസമയം ബാക്കി എല്ലാവരും കൂടെ ചർച്ച ചെയ്യും ചീലിങ്ങിന്റെ പ്രോജക്റ്റ് മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയെന്ന്. അങ്ങനെ ഇതൊക്കെ കേട്ട് ചെറുതായിട്ട് ഗു അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് ചീലിങ്ങും അവൾ തോറ്റു കൊടുക്കാതെ അവളുടെ ടീം ലീഡറിന്റെ കൂടെ നിന്ന് അവളെ ഇൻവെസ്റ്ററിനെ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അദ്ദേഹം ഒരു കൃത്യസമയത്ത് പുറത്ത് മീറ്റിംഗ് വെക്കുമ്പോഴാണ് ഇവൾക്ക് സപ്പോർട്ടിന് വേണ്ടി ഗു അവിടേക്ക് ചെല്ലും. അങ്ങനെ അവസാനം അതും സക്സസ് ആകുമ്പോഴാണ് തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പം ഗു അവളോട് പറയും ചീലിങ്
സത്യത്തിൽ നിനക്ക് രണ്ട് സൈഡിലും പണിയുള്ളത് കഷ്ടപ്പാടാ. അതുകൊണ്ട് നിനക്ക് ഡിസിഷൻ എടുക്കാനുള്ള സമയം എത്തി. ഒന്നെങ്കിൽ നീ എന്റെ ടീമിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ജിയാങ്ങിന്റെ ടീമിൽ വർക്ക് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നീ ആ ഡിസൈഡ് ചെയ്യണ്ട. എന്നിന് ഇവനും പറഞ്ഞോടെ അവൾ ആലോചിക്കാൻ തുടങ്ങും. കാരണം രണ്ട് സൈഡിൽ വർക്ക് ചെയ്യുന്നത് കഷ്ടപ്പാടാ. അതിനുശേഷം അന്ന് രാത്രി വർക്ക് കഴിഞ്ഞ് ഇവര് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഗുവ ഒരു ക്യാമറ ആയിട്ട് അവളുടെ അടുത്തേക്ക് വരും. ചിലിങ്, ഈ ക്യാമറ നിന്റെ വാതിലിന്റെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ നിന്റെ മൊബൈൽ വഴി തന്നെ പുറത്ത് ആരെങ്കിലും വന്നാൽ കാണാൻ പറ്റും. ഇതിനകത്ത് എന്റെ മൊബൈലും കൂടെ കണക്ട് ചെയ്തോ, ഒരു നീ ഇല്ലെങ്കിൽ എനിക്ക് നോക്കാലോ. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇവൾ അത്രക്കൊക്കെ വേണമെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ മൊബൈൽ കണക്ട് ചെയ്ത് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവൻ വേറൊരു സ്റ്റിക്കും കൂടെ എടുക്കും. ചിലിങ്, വല്ലാമാരും വരുവാണ് ഇതും കൊണ്ട് ഒറ്റ ഇടി വെച്ചാൽ മതി, നല്ല പെർഫെക്റ്റ് ഷോട്ടാ. എന്നിട്ട് ഇവനും കുറച്ച് ഓവർ കെയർ ചെയ്യുമ്പോഴാണ് അവളും തൽക്കാലം ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സെക്രട്ടറിയും കൂട്ടുകാരനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ അവനും അതേസമയം മീറ്റിംഗ് ഒന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ ലൈനായിട്ട് പഞ്ചായത്ത് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കുറെ സമയമായിട്ട് ഇവള് മീറ്റിംഗിന് ചെന്ന് അവനെ വിളിക്കുമ്പോഴാണ് അവന് മീറ്റിംഗ് ഉണ്ട് പിന്നെ വരാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് മറ്റവളും ഇവളെക്കാളും മീറ്റിംഗ് ആണോ വലുതെന്ന് ചോദിക്കുമ്പോൾ ഇവനും കുറച്ച് പേടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പിടിച്ചിരിക്കുന്നു പറഞ്ഞ് സെക്രട്ടറി പറഞ്ഞേക്കും. അതോടെ അവളും കുറച്ച് വിഷമിച്ച് അവൻ വരുന്നവരെ ഇവൾ ആ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ജൂനാനും അവന്റെ ലൈനായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവിടേക്ക് വരുമ്പോഴാണ് ഇത്ര സമയം പിടിച്ചിരുന്നതിന് അവൾ താങ്ക്സ് പറഞ്ഞിട്ട് അവൻ ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അതേസമയം ഇവിടെ ചീലിങ്ങും 6 ടീമിൽ ചേർന്നെന്ന് പറഞ്ഞ് അവളും കോയിനൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോഴാണ് അതേസമയം അവരുടെ ബോസ് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കോയിൻ ഇട്ട് നോക്കുന്നതിനും ഭേദം അവൾക്ക് എന്തോന്ന് ഇഷ്ടം അത് മാത്രം ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോഴാണ് ഇവൾ ഓർത്ത് നോക്കുന്നത് ജിയാങ്ങിന്റെ പ്രോജക്റ്റിനേക്കാളും ഗുവിന്റെ പ്രോജക്റ്റിനോട് കുറച്ചും കൂടെ താല്പര്യമുള്ളെന്ന്. കാരണം ജിയാങ് ഉണ്ടാക്കുന്ന ലവിനെ ബേസ് ചെയ്ത ഗെയിമാ, പക്ഷെ ഗു ഉണ്ടാക്കുന്ന ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഷൂട്ടിംഗ് കാറ്റഗറിയാ. അതുകൊണ്ട് ഇവളും ഗുവിന്റെ ടീമിൽ തന്നെ ചേരാൻ തീരുമാനം എടുത്തിട്ട് നേരെ ജിയാങ്ങിന്റെ അടുത്ത് നിന്ന് അവൾ ജോലിയിൽ നിന്ന് റിസൈൻ ആകുമ്പോൾ പറയും. ഇതോടെ അവനും പെട്ടെന്ന് അത് ഫീലായി. അങ്ങനെ പ്രോജക്റ്റ് അവസാനിക്കാതെ ഇവളെ പറഞ്ഞേക്കത്തില്ലെന്ന് അവൻ പറയും. അപ്പോഴാണ് അവളും ഇവളുടെ പ്രോജക്റ്റിന്റെ അവസാനം വരെ ഒപ്പിച്ചതെന്ന് പറഞ്ഞ് ഇനി വേറെ ആരെയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവൻ അത് കേട്ടിട്ട് ഈ പ്രോജക്റ്റ് തീർത്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളെന്ന് അവൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തങ്ങ് വിടും. അതിനുശേഷം ഇവൾ എങ്ങനെയൊക്കെ ഗുവിന്റെ ടീമിൽ ചേരാൻ വേണ്ടി അവളും വീട്ടിൽ ചെന്നിട്ട് കുറെ പ്ലാനൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ജിയാങ്ങിനെ മടക്കാനുള്ള ഒരു ഐഡിയ അവൾക്ക് കിട്ടും. അതോടെ അടുത്ത ദിവസം അവൾ വീണ്ടും ആ ജിയാങ്ങിനെ കണ്ട് അവൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഫർ കൊടുക്കും. അതായത് അവൻ ആഗ്രഹിച്ച ഒരു ആർട്ടിസ്റ്റിനെ ഇവൾക്ക് പകരമായിട്ട് ഇവിടെ ഒപ്പിച്ചേരാന്ന്. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ജിയാങ്ങും അത്രയ്ക്കൊക്കെ ചെയ്തിട്ട് ഇവളെ ഗുവിന്റെ ടീമിലേക്ക് പോകണം ചോദിക്കുമ്പോഴാണ് അവൾക്കും അവന്റെ ടീമിലോട്ട് ചേരാൻ ആഗ്രഹം പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് റിസൈൻ ആയി പോകും. അപ്പോഴാണ് അതേസമയം ഇവള് ടീമിൽ നിന്ന് പോകുന്നതൊക്കെ ആ ചേച്ചിക്കും പഴയ ടീം ലീഡറിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവരും കുറച്ച് സങ്കടത്തിരിക്കും. അതേസമയം ഇവിടെ ഗുവും അവൾ വരുന്നുണ്ടിട്ട് അവൻ 2 കൈ നീട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവളും ഇത്രയ്ക്ക് സന്തോഷമായിട്ട് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ഷൈയായിട്ട് നിൽക്കും. അപ്പോഴാണ് അവനും ഞാൻ ചോദിച്ച ആ ബോക്സാന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ലക്കേജ് ഒക്കെ എടുത്ത് അവന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പോഴാണ് ഇവളും കുറച്ച് എക്സ്ട്രാ ആലോചിച്ചൂട്ടിന്ന് പറഞ്ഞ് അവളുടെ ആഗ്രഹം പോലെ തന്നെ ഗുവിന്റെ ടീമിൽ ചേരും. അതിനുശേഷം അന്ന് രാത്രി ഇവളുടെ ഡോറിന്റെ ലോക്ക് കംപ്ലൈന്റ് ആയി പോകും. അതുകൊണ്ട് ഇവൾക്കും വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റിയ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവളും സർവീസ് സെന്ററിന് ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ ഇവൾക്ക് കോളൊന്നും പോകത്തില്ല. അതുകൊണ്ട് അവളും കൂട്ടുകാരിയെ വിളിച്ച് അവളുടെ വീട്ടിലേക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരിയും അവളുടെ നാട്ടിലേക്ക് പോയെന്ന് പറയും. അതോടെ ചീലിങ് എന്താണെന്നറിയാതെ ഈ കാര്യം വന്ന് ഗുവിനോട് പറയുമ്പോഴാണ് അവൻ ആ ഡോറൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് ആ പാസ്വേഡ് അടിക്കുന്ന സിസ്റ്റം ബാറ്ററി ഇല്ലാതെ അടിച്ചോ എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ ഈ രാത്രി അവൾ ഹോട്ടലിൽ ചെന്ന് താമസിക്കാന്ന് പറയുമ്പോഴാണ് അവൻ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവളും കുറച്ച് ശയ്യോടെ അവന്റെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് അവൻ ഏതോ പ്ലാൻ ചെയ്ത പോലെ ഇവൾക്ക് ഇടാൻ വേണ്ടി ഗേൾസിന്റെ ചെരുപ്പൊക്കെ കാണും. അതോടെ അവൾക്കും ചെറിയ സംശയമായിട്ട് അവൾക്ക് ആ ചെരുപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ചെരുപ്പ് ഇട്ടോണ്ട് അകത്തേക്ക് കയറും. അപ്പോഴാണ് കപ്പിൾസ് താമസിക്കുന്ന പോലെ അവനെല്ലാം പെയറായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കും. ഇത് കണ്ട് അവളും ചെറിയ ഡൗട്ടോടെ ഇനി ഇവനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവനും ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ചീലിങ്ങിനോട് തിരിച്ചു ചോദിക്കും. അങ്ങനെ അന്ന് രാത്രി ചീലിങ്ങും അവന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുമ്പോഴാണ് ഗുവും കുറച്ച് ഹൊറർ സിനിമ കാണാൻ പറഞ്ഞ് അവൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടി TV ഓൺ ചെയ്തിടും. ഇതോടെ അവളും പേടിച്ച് മൊത്തത്തിൽ വരച്ചു വരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി ഗുവും അത്രയ്ക്കും പേടിയാണ് ഇങ്ങോട്ട് അടുത്തേക്ക് ഇരുന്നെന്ന് പറയും. അപ്പോഴാണ് അവളും ആർക്കാ പേടിന്ന് പറഞ്ഞ് കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നോക്കുമ്പോഴാണ് ഇവള് മൊത്തത്തിൽ പേടിച്ചോർച്ച കണ്ട് ഗുവും സൈഡിയും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളുടെ പേടി മാറാൻ വേണ്ടി ഇവന് പേടിക്കുന്ന ഒരു ആക്ഷൻ കാണിച്ചിട്ട് അവന് പേടിയായതുകൊണ്ട് അടുത്തൊന്നിരിക്കാൻ പറയും. അപ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. അങ്ങനെ ഇവര് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറ്റടിച്ച് കട്ടണയ്ക്ക് ഇവളുടെ ദേഹത്ത് വീഴുമ്പം ഇവളും പ്രേതം എന്ന് പറഞ്ഞ് നിലവിളിക്കും. അതോടെ TV ഓഫ് ആയിട്ട് ഇവർ രണ്ടിനും കിടന്നുറങ്ങും.
അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ചീലിങ് ചെയ്തിട്ട് വരുമ്പോഴാണ് അവൾ ആ കപ്പിൾസ് ഒടിക്കുന്ന കപ്പൊക്കെ കണ്ടിട്ട് ഇതേപോലെ കപ്പൊക്കെ എന്തിനാ വാങ്ങിച്ചെന്ന് അവനോട് ചോദിക്കും. അപ്പരാണ് ഗുവും, ഓ നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത് ഞാൻ വാങ്ങിച്ചൊന്നുമല്ല, നീ ഇവിടെ കാണുന്ന എല്ലാ പേരായിട്ടുള്ള സാധനങ്ങളും എന്റെ കൂട്ടുകാരൻ വാങ്ങിച്ച. അവൻ ഇതൊക്കെ അവന്റെ ലൈൻ്റെ അടുത്ത് ചെന്ന് കൊടുത്തു നോക്കി, പക്ഷെ അവൾ അതൊന്നും വാങ്ങിച്ചില്ല, അതുകൊണ്ട് അവൻ അതല്ല എനിക്ക് തന്ന്, അതാണ് നീ കാണുന്നത്. പിന്നെ ആ ചെരുപ്പ് മാത്രം ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച, കാരണം എന്തെങ്കിലും ഒരു ദിവസം നീ ഇവിടെ വരുന്ന എനിക്കറിയാം. എന്നിന് ഇവനും പറഞ്ഞോടെ അവൾക്ക് സന്തോഷമാകും. അതിനേശം ഇവരുണ്ടേരും ഇവർ വളർത്തുന്ന പട്ടിക്കൊക്കെ ഫുഡ് എടുത്തിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് കൂട്ടുകാരിയും ചീലിങ്ങിനെ ഫോൺ വിളിച്ച് അപ്പൊ നിങ്ങൾ തമ്മിൽ വീണ്ടും സെറ്റായെന്ന് അവൾ വയ്ക്കും. അപ്പോഴാണ് ചീലിങ്ങും വെറുതെ ഇവളായിട്ട് ആലോചിച്ചുകൂടണ്ടെന്ന് പറഞ്ഞ് അവൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. അതിനേശം അവൾ ആ കൺഫ്യൂസോടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഗുവും ഇവളോടല്ലാതെ ബാക്കി എല്ലാവരോടും കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അത് കണ്ട് അവളും എന്നോട് മാത്രം എന്തിനാ ഇത്ര ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്ക് ഡിസ്റ്റർബ് ആയിട്ട് ഷെൻ അവിടേക്ക് വരും. അങ്ങനെ അവന് പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ടേ സംസാരിക്കുമ്പോഴാണ് ചീലിങ് എന്തെന്ന് ഗു ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവള് ഷെന്നിന്റെ കൂടെ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അവന് കട്ട ജലസാവും. അതോടെ അവനും ദേഷ്യത്തി ചീലിയും പുറത്തേക്ക് വരുന്നവരെ അവനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും വെള്ളം കുടിക്കാൻ വരുമ്പം ഇവന് അവൾ അട്രാക്ട് ചെയ്യുന്ന പോലെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. ചീലിങ്, നിനക്ക് പ്രോജക്റ്റിനെ കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് സമയത്തും എന്നോട് ചോദിക്കാം, അതിനല്ല ഞാൻ ഇവിടെ ഉള്ള. എന്നിട്ട് അവനും ഇനി ഷെന്നിന്റെ പുറകെ പോകണ്ടെന്ന് അവളെ വാൺ ചെയ്യുമ്പോഴാണ് ഇവൻ ഇത്രയ്ക്കും ക്ലോസ് ആയതുകൊണ്ട് അവൾ മൊത്തത്തിൽ സ്റ്റണ്ണായി പോകും. അങ്ങനെ അതോടെ അവൾക്ക് കൺഫേം ആവും ആ ഷെന്നിനെ കണ്ട് ഇവൻ ജലസായതാന്ന്. അതിനേശം ഇവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മ ഫോൺ വിളിച്ച് ഇവൾക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇതോടെ അവൾ അത് ആരാൻ ചോദിക്കുമ്പോഴാണ് അവളുടെ അമ്മയും എല്ലാം നിന്റെ നല്ലതിന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ആ ഡേറ്റിന് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് ചീലിങ് ആലോചിച്ച് നോക്കുന്നത് കുറച്ച് സമയം മുമ്പ് ഗുവും അവൻ ഇവളോട് ബെറ്റ് ചെയ്ത പോലെ അവന്റെ ടീമിലേക്ക് വിളിച്ചതുകൊണ്ട് അവൻ വിളിക്കുന്ന ഒരു ദിവസം അവൻ്റെ കൂടെ ഡേറ്റിന് ഇറങ്ങണമെന്ന് അവൻ പറഞ്ഞു കാണും. അങ്ങനെ ഇത് ഓർത്ത് നോക്കിയിട്ട് അവളും മിക്കവാറും ഗുവിന്റെ കൂടെ ആയിരിക്കും ഡേറ്റ് എന്ന് പറഞ്ഞ് അവൾ അതിന് പോകാൻ വേണ്ടി റെഡിയാകും. അതേസമയം ഇവിടെ ഗുവിന്റെ അമ്മയും അവനെ ഡേറ്റിന് പോകാൻ പറയുമ്പോഴാണ് ഇവനത് ചീലിങ്ങാന്നറിയാതെ പറ്റുവാണെങ്കിൽ പോകാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവന്റെ അമ്മ പറഞ്ഞ കാര്യമായിട്ട് എടുക്കാതെ ഇവരുടെ ഗെയിമിനുള്ള പ്രോമോ റിലീസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അതേസമയം തന്നെ വേറെ കമ്പനിയിൽ നിന്ന് ഒരു ഗെയിം അവരുടെ പ്രോമോ റിലീസ് ചെയ്യും. അങ്ങനെ അതിന് കുറെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയതോടെ ഇവന്മാർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറി. അങ്ങനെ ആ ടെൻഷൻ ഇവന്മാർ ഇരിക്കുമ്പോഴാണ് അതേസമയം ചീലിങ്ങും അവൾ അമ്മ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവൾ ഗുവിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ സമയമായിട്ട് അവനും വരാത്തോണ്ട് മിക്കവാറും വർക്കായിട്ട് ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് അവളെ തന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ഗു ആണ് അവന്റെ അമ്മ അവനോട് ഡേറ്റിന് പോകാൻ പറഞ്ഞത് ചീലിങ്ങാന്നറിയാതെ അവൻ വേറൊരു പെണ്ണായിട്ട് കറങ്ങത്തോലില്ലെന്ന് പറഞ്ഞ് അവൻ കമ്പനി തന്നെ നിൽക്കും. അപ്പോഴാണ് അതേസമയം കൂട്ടുകാരനും അവനൊരു ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടായിട്ട് കറങ്ങാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഗുവിന് ആ ഡേറ്റ് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് അവന്റെ അമ്മയെ ഫോൺ വിളിച്ച് ചോദിക്കും ഇനി അത് ചീലിങ് വല്ല ആണോന്ന് പറഞ്ഞ്. കാരണം ഇവർ രണ്ടുപേരും അമ്മയും ഒരുമിച്ച് പഠിച്ച. അങ്ങനെ അതുകൊണ്ട് ഇനി അവരുടെ എല്ലാം പ്ലാനാന്ന് വിചാരിച്ച് ഇവൻ അവന്റെ അമ്മയെ ഫോൺ വിളിച്ച് അവർ കാണാൻ പറഞ്ഞ പെങ്കൊച്ച് ചീലിങ് ആണെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ അമ്മയും ചീലിങ്ങാന്ന് പറയും. അതോടെ അവൻ അപ്പം തന്നെ ചീലിങ്ങിനെ കാണാൻ വേണ്ടി പോകും. അതേസമയം ഇവളും കുറെ സമയമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വെറുതെ വീണ്ടും അവനെ കുറിച്ച് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ഗുവും അവൾ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൾ ഇവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കും. അപ്പോഴാണ് അവനും വരുന്ന വഴിക്ക് ബ്ലോക്കാന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പം അവൾക്ക് റീസനെ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കട്ട കലിപ്പി അകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളുടെ ഡോർ ചീത്തയായ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. കാരണം രാവിലെ അവൾ ശരിയായി കാണത്തില്ല. അങ്ങനെ ഇത് കണ്ടിട്ട് ഗുവും വേണേ ഇന്നലത്തെ പോലെ തന്നെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് പവർ ബാങ്ക് എടുത്തണമെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കും. അതിന്റെ കൂടെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് ടൂൾസും വാങ്ങിച്ച് അവളെ ലോക്ക് തള്ളി പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട് ഗുവും പേടിച്ചിരിക്കും ഇവനോടുള്ള ദേഷ്യത്തില അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവളും എത്ര പൈസ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഡോറ് ശരിയാക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു വരുത്തും. അങ്ങനെ അദ്ദേഹം വന്നത് ശരിയാക്കാൻ നോക്കുമ്പോഴാണ് ഇത്രയും ക്രൂരത കാണിച്ച ആരാന്ന് അങ്ങേര് ഇവരെ നോക്കും. കാരണം ഇവനോടുള്ള ദേഷ്യത്തിൽ ആ ലോക്ക് മൊത്തത്തിൽ അവൾ പൊട്ടിച്ചളഞ്ഞ്. ഇതോടെ ഗു അവൾക്ക് വരെ സോറി വയ്ക്കുമ്പോഴാണ് ഇത് അങ്ങനെ തെറ്റാക്കി മനസ്സിലാക്കിയിട്ട് ഓ മോളെ നിന്റെ ബോയ് ഫ്രണ്ട് നിന്നോട് സോറി വയ്ക്കുന്നു ഈ ഡോറ് ഇങ്ങനെ ചീത്തയാക്കിയെന്ന് എന്നതിന് അങ്ങേര് പറയും. പക്ഷെ അവൻ സോറി വയ്ച്ചത് ഇന്ന് ഡേറ്റിന് വരാത്തതിനാണ്. ഇത് മനസ്സിലാക്കി അവളും ഇവന്റെ സോറി ഒന്ന് കേൾക്കണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട അയാളും അയാളുടെ പണി നോക്കാതെ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കും. എന്തോ നിങ്ങൾ തമ്മിലും പ്രശ്നമുണ്ടോ, നിന്റെ സോറി അവൾക്ക് വേണ്ടെന്നാ തോന്നുന്നത് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം അവ രണ്ടും ദേഷ്യത്തി വന്ന പണി നോക്കുമെന്ന് പറഞ്ഞ് അയാൾ മിണ്ടാതാക്കും. അവസാനം അദ്ദേഹം ഡോറ് ശരിയാക്കുമ്പോഴാണ് ഇവളും പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലും. ഇത് കണ്ട് ഗു വാതിലിന്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് ഞാൻ വരാത്ത റീസൺ ഒന്ന് കേൾക്കുന്ന പറഞ്ഞ് അവളോട് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങേര് വാതിലിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് പോയി സംസാരിക്കുന്ന പറഞ്ഞ് അവൻ അകത്തേക്ക് തള്ളിയിട്ട് ആ ലോക്ക് ഫിക്സ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം എല്ലാം സെറ്റായി മോളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളും ഗുവിനെ കണ്ട് ദേഷ്യത്തി മര്യാദയ്ക്ക് അവന്റെ വീട്ടിലേക്ക് പോകാൻ പറയും. അങ്ങനെ അവനും പിന്നെ വല്ല സോറി ചോദിച്ചോളെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കുമ്പോഴാണ് ആ ഡോറ് ശരിയായി കാണത്തില്ല, അത് വീണ്ടും ലോക്കായി പോയി. ഇതോടെ അവന് സന്തോഷത്തിരിക്കുമ്പം അവളും പുറത്തേക്ക് പോയ ആളെ വിളിച്ചിട്ട് ഈ ഡോർ ഇതുവരെ ശരിയായി
ശരിയായില്ലെന്ന് പറയും. പക്ഷെ അങ്ങേര് എപ്പോഴും അവിടെ നിന്ന് പോയി. ഇതോടെ അവളും പെട്ടെന്ന് ഫോൺ വിളിച്ച് ഇയാൾ ശരിയാക്കിയ ഡോർ വീണ്ടും നശിച്ചു പോയെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം എങ്കിൽ പിന്നെ രാവിലെ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇതൊക്കെ കേട്ട് ഗുവും സന്തോഷത്തിരിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തിൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട്, എടാ നിനക്കിപ്പോ നിന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, നിനക്കത് സന്തോഷമാണോ എന്നിന് ഇവളും ചോദിക്കുമ്പം അതിനിപ്പോ എന്തുവന്ന് അവനും കുറച്ച് കൂളായിട്ട് അറിയും. ഇതോടെ അവളും ദേഷ്യത്തി അതിനിപ്പോ എന്തുവന്നോ, നിനക്കപ്പം നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ എന്നിന് അവളും ദേഷ്യത്തിൽ നടന്നു പോകുമ്പോഴാണ് ഇവനും പുറയെന്ന് അവളോട് സംസാരിക്കാൻ നോക്കും. അപ്പോഴാണ് അറിയാതെ അവന് സ്ലിപ്പായി അവിടെ മുട്ടുകുത്തി വീഴുന്നത്. ഇതോടെ അവൾ അത് കണ്ടിട്ട് എന്തായാലും ഒരു സോറിക്ക് വേണ്ടി ഇത്രയ്ക്കും താഴെ ഇറങ്ങാവുന്ന അവനോട് ചോദിക്കുമ്പോഴാണ് അവന് അറിയാതെ വീഴുന്നതെന്ന് പറയാൻ വരും. അപ്പോഴാണ് ഇവൾക്ക് ഇങ്ങനെ ചെയ്താലേ സമാധാനമാകത്തുള്ളെന്ന് പറഞ്ഞ് അവനും അതേ സിറ്റുവേഷനിൽ നിന്ന് അവളോട് സോറി ചോദിക്കും. ചീലിങ്, എന്റെ അമ്മ എനിക്ക് ഫിക്സ് ചെയ്ത ഡേറ്റ് നിന്നോടാന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാ ഞാൻ അവിടെ വരാത്ത ഏതിന് ഇവനും പറയുമ്പോഴാണ് അവൾക്കത് മനസ്സിലായിട്ട് എങ്കിൽ പിന്നെ ഞാനാന്നറിഞ്ഞാൽ നീ വരുമായിരുന്നു എന്നിന് ഇവള് ചോദിക്കുമ്പം അവന് നേരത്തെ തന്നെ വന്നേണെന്ന് പറഞ്ഞ് അവളോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയും. ഇത് കേട്ട് അവൾക്ക് സന്തോഷമായിട്ട് എങ്കിൽ പിന്നെ നിന്റെ സോറി ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ട് ഇവര് സമാധാനാകും. അതിനുശേഷം അവനും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് വയ്ക്കുമ്പോഴാണ് അവളും ചിരിച്ചിട്ട് ഇവളുടെ ഡ്രസ്സൊക്കെ അവന് ചേരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് ഷോക്കായി, ചീലിങ് ഞാൻ ചോദിച്ചത് എന്റെ ഡ്രസ്സാ, ഞാൻ അന്ന് കള്ളം വന്നപ്പോ നിനക്ക് തന്നില്ല എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളത് കബോർഡിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഗുവും കബോർഡിൽ ചെന്ന് അവന് ഡ്രസ്സ് എടുക്കുമ്പോഴാണ് അവൾ ഇവനെ വരച്ച പാട് ഇവൻ കാണുന്നത്. അതോടെ ഗു മൊത്തത്തിൽ ഇമോഷണലാകും. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരു പെണ്ണിനെയാണോ അവൻ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞ്. ഹലോ ഗൈസ്, ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളത് നമ്മുടെ ഡ്രാമ തീരാൻ. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇപ്പം നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ കൂവും ചീലിന്റെ വീട്ടിൽ ട്രാപ്പായി കാണും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം അവന് സോഫയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചീലിങ് പതി എഴുന്നേറ്റൊന്ന് അവന്റെ സൗന്ദര്യമൊക്കെ അടുത്തൊന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവനും കണ്ണുറക്കുമ്പം ഇവളും മൊത്തം ഷോക്കായി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കും. അപ്പോഴാണ് ഇവളുടെ മുടിയും അറിയാതെ അവിടെ കുടുങ്ങി പോകുന്നത്. ഇതേ സമയം നോക്കി രാവിലെ തന്നെ അങ്ങേര് വന്ന ലോക്ക് ശരിയാക്കിയിട്ട് ചീലിങ്ങിനോട് കാര്യം പറയാൻ വരുമ്പോഴാണ് ഇവ രണ്ടുപേരിക്കുന്ന സിറ്റുവേഷൻ കണ്ട് അദ്ദേഹം ഇവിടെ ഇപ്പൊ വന്നത് പ്രശ്നമാണെന്ന് വിചാരിക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾ ബിസിയാന്ന് തോന്നുന്നു, ഞാൻ ലോക്ക് ശരിയാക്കിയിട്ടുണ്ട്, പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, കാരണം എന്തായാലും ഞാൻ ശരിയാക്കാൻ വന്നില്ല. ഓക്കെ ബൈ. ഏതിന് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ ഗോവും അവളുടെ മുടിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതോടെ ചീലിങ് ഷൈയായി അവിടെ നിന്ന് പോകുമ്പോഴാണ് അതേസമയം കൂട്ടുകാരനും ഗുവിനെ വിളിച്ച് ഇവരുടെ ഗെയിമിന്റെ പ്രോമോ റിലീസ് ചെയ്യാത്തോണ്ട് മൊത്തത്തിൽ സീനായി കിടക്കുമെന്ന് പറയും. അങ്ങനെ ഇവരുടെ ബോസും ജിയാങ്ങിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഗുവിന് പകരമായിട്ട് അവന്റെ കൂട്ടുകാരൻ അവിടേക്ക് വരും. ഇത് കണ്ട് ജിയാങ് നിന്റെ മെയിൻ ബോസ് എന്തെന്ന് അവനെ കളിയാക്കുമ്പോഴാണ് ഇവനെ ഗെയിമിനെ കുറിച്ച് എല്ലാം അറിയാന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത നിമിഷം തന്നെ ഗു അവിടേക്കൊന്ന് ആ മീറ്റിംഗിൽ ജോയിൻ ആകും. അങ്ങനെ ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഗുവിനെ ചോദ്യം ചെയ്യും, അവൻ എന്തുകൊണ്ട് ഇതുവരെ ഗെയിമിന്റെ പ്രോമോ ഇതുവരെ റിലീസ് ചെയ്യാത്തതെന്ന്. കാരണം അതുകൊണ്ട് ഈ ഗെയിമിന് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടെ ഫുള്ള് നെഗറ്റീവ് കമന്റ് ഇടാൻ തുടങ്ങി. വെറുതെ വെയിറ്റ് ചെയ്ത് സമയം മാത്രമേ പോയുള്ളൂ. അപ്പോഴാണ് ഇത് കേട്ട് ഗുവും അവൻ എന്തായാലും ഓഡിയൻസിന് സാറ്റിസ്ഫൈ ആവുന്ന പോലെ അവന്റെ പ്രോമോ റിലീസ് ചെയ്യുന്ന പറഞ്ഞ് അവരുടെ അടുത്ത് കുറച്ച് ദിവസം അവകാശം ചോദിക്കും. ഇതെല്ലാം കേട്ട് അവരും കുറച്ച് ദേഷ്യത്തി ഗെയിമിന്റെ പ്രോമോ തന്നെ റിലീസ് ചെയ്യാൻ സമയം എടുക്കുകയാണ്. ഇവന് ഗെയിം റിലീസ് ചെയ്യാൻ 3-4 വർഷം എടുക്കുമെന്ന് അവനിട്ടാക്കും. അപ്പോഴാണ് ഗുവും അവർക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കും അവൻ എത്രയും പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ തന്നെ അവന്റെ ഗെയിം റിലീസ് ചെയ്യുമെന്ന്. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാം ഡിസ്കസ് ചെയ്ത് അവസാനം ഗുവിന് ഒരു ചാൻസ് കൊടുക്കും. അങ്ങനെ ഗുവിന്റെ ഗെയിമിന് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ചീലിങ് ചെറുതായിട്ട് വിഷമിക്കും, അവൻ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഗുവും തിരിച്ച് വർക്ക് കഴിഞ്ഞ് അവളെ പിക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതേസമയം ഇവനെ ചിരിപ്പിക്കാൻ വേണ്ടി അവളും കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ അവനോട് ചോദിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവനും കറക്റ്റായിട്ട് ആൻസർ പറയുമ്പോഴാണ് അവൾ എങ്ങനെയൊക്കെ ഇവനെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ ട്രൈ ചെയ്യും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും ഇതൊക്കെ കൊച്ചുപിള്ളേർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അവളെങ്കിൽ പിന്നെ ഇവൻ എങ്ങനെ സമാനപ്പെടുത്തുന്ന അറിയാതെ പെട്ടെന്ന് അവനെ ഹഗ് ചെയ്യും. അതോടെ അവനും മൊത്തത്തിൽ ഷോക്കായി പോകുമ്പോഴാണ് ഇവളും ഗെയിമിനെ കുറിച്ചൊന്ന് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അവനെ കംഫോർട്ട് ചെയ്യും. അതിനുശേഷം ചീലിങ് വീട്ടിലേക്ക് ചെന്നിട്ട് അവൾ ഗുവിനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ സൈഡിൽ നിന്ന് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ കൂട്ടുകാരനും വർക്കിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവന് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ അവന്റെ ഗേൾ ഫ്രണ്ടും കുറെ സമയം ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതോടെ അവനും കുറച്ച് ടെൻഷനായിട്ട് വർക്കും നോക്കണമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ സെക്രട്ടറിയോട് കുറച്ച് സമയം ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ജോലി ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഗുവിനും കുറച്ച് ഓവർ ടൈം വർക്ക് ചെയ്ത് പനിയൊക്കെ വരുമ്പോഴാണ് ചീലിങ് ഈ കാര്യം അറിഞ്ഞ് ഇന്ന് രാത്രി അവൾ ഇവന് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഗു നല്ലോണം ഉറങ്ങി കിടക്കുന്നുണ്ട്. അവ മിക്കവാറും സമ്മാനത്തിൽ ഇപ്പോഴായിരിക്കും ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് അവളും കുറച്ച് സമയം ഡ്രൈവ് ചെയ്യുന്ന പോലെ ആക്ഷൻ കാണിക്കാന്ന് പറഞ്ഞ് വീടെത്തിയിട്ടും അവിടെ തന്നെ ഓടിച്ച് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് പുതിയ സെക്യൂരിറ്റി വന്ന് അവള് വഴക്ക് പറയുന്നത് ഇവള് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് അവിടുത്തെ വേസ്റ്റ് ഒക്കെ തട്ടിയിടുവന്ന്. അപ്പോഴാണ് ഗു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവളിങ്ങനെ വഴക്ക് കേൾക്കുന്നുണ്ട്, അവൻ അറിയാ ചെയ്തെന്ന് പറഞ്ഞ് അങ്ങേരെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇവൻ ഉറക്കത്തിലാന്നറിഞ്ഞ് അവൾ ചുമ്മാ ഡ്രൈവ് ചെയ്തെന്ന് പറയും. ഇതോടെ അവനും മൊത്തം സന്തോഷത്തിലാകും. അതിനുശേഷം അടുത്ത ദിവസം
ദിവസം ജൂനാൻ അവൾക്ക് മര്യാദയ്ക്ക് റിപ്ലൈ പോലും ചെയ്യാത്തോണ്ട് അവൾ ദേഷ്യത്തിൽ അവനെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് തന്നെ വരും. ഇത് കണ്ട് അവനും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തിൽ അവനോട് ബിഹേവ് ചെയ്യും. ഒരു ഗേൾഫ്രണ്ട് അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാതെ ഇവൻ എന്തോ പണിയെന്ന്. അങ്ങനെ അവനും വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവന് ബിസിനസ് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ നീ വർക്ക് തന്നെ ചെയ്തെന്ന് പറഞ്ഞ് ഇവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അങ്ങ് പോകും. ഇതോടെ കൂട്ടുകാരന് മൊത്തത്തിൽ തകർന്നു ഇരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി ചെയ്യും അവനെ സമാനപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചോണ്ടുപോകും. അങ്ങനെ അവളും കുറെ ബലൂനൊക്കെ എടുത്തിട്ട് ഇത് ചവിട്ടി പൊട്ടിച്ച് അവന്റെ ദേഷ്യമെല്ലാം തീർക്കാൻ പറയുമ്പോഴാണ് അവൻ അതേപോലെ ചെയ്തു നോക്കും. അപ്പോഴാണ് അവന്റെ മനസ്സിൽ നിന്ന് ചെറിയ ഭാരം കുറഞ്ഞ പോലെ അവന് ഫീൽ ആകുന്നത്. അതോടെ അവന് മൊത്തത്തിൽ മനസ്സ് തുറന്ന് ഈ ലവ് ഒരു മണ്ണാങ്കട്ടയും വേണമെന്ന് പറഞ്ഞിട്ട് ഇനി തൊട്ട് അവന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പറയും. അതിനുശേഷം അവനും ഇവനെ കംഫോർട്ട് ചെയ്തതിന് ചീക്ക് താങ്ക്സ് പറഞ്ഞ റോസ് ബലൂൺ കൊടുക്കുമ്പോഴാണ് അവളത് വാങ്ങിച്ചിട്ട് ബലൂൺ തന്നെ റോസാപ്പൂ ഷേപ്പിലുണ്ടെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിരിക്കും. അതിനുശേഷം ഇപ്പൊ കമ്പനി വെച്ച് ഗു അവന്റെ പ്രോമോ റിലീസ് ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തു നിന്നും പോസിറ്റീവ് കമന്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അതോടെ ബോസ് അവനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ബോസ് എന്തോ പറഞ്ഞെന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോഴാണ് ഗു ഇവരോടെല്ലാം എക്സിബിഷന് വേണ്ടി റെഡി ആയിക്കെന്ന് പറഞ്ഞ് അവരെല്ലാം പറഞ്ഞേക്കും. കാരണം ഇവരുടെ ഗെയിം ഇപ്പോൾ സക്സസ് ആയി. അങ്ങനെ ഇവരെല്ലാരും കൂടെ എക്സിബിഷനുള്ള പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഗെയിമിന്റെ പ്രൊമോഷന് വേണ്ടി ആ ഗെയിമിനകത്തുള്ള ഒരു ക്യാരക്ടറായിട്ട് സെക്രട്ടറി ചീ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ പേര് എക്സിബിഷന് പങ്കെടുക്കുമ്പോഴാണ് കുറച്ച് ഗേൾസ് ഒക്കെ ഗുവിനെ കണ്ടിട്ട് ഇവനോട് ഗെയിമിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കാന്ന് പറഞ്ഞ് പഞ്ചാരടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ചീലിങ് അവരെ തടഞ്ഞിട്ട് എന്ത് ചോദ്യമാണെങ്കിലും ഇവളോട് ചോദിക്കാന്ന് പറയും. അങ്ങനെ അതോടെ അവര് മൊത്തത്തിൽ അപ്സെറ്റായി ഇവള് ഗുവിനെ കാണാൻ സമ്മതിക്കാത്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗു അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ആര് എന്നെ തിരക്ക് വന്നേന്ന് ചോദിക്കുമ്പോഴാണ് ചീലിങ് ആരില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കണമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊക്കെ അവിടെ നിന്ന് ഷെന്നും കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ചീയും കുറെ സമയം ആ ക്യാരക്ടറായിട്ട് ഇവിടെ ആക്ട് ചെയ്തോണ്ട് അവളും മൊത്തത്തിൽ ക്ഷീണിച്ചു പോകും. അങ്ങനെ ചീലിങ്ങും അവളെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവളും കണ്ണുറന്ന് നോക്കുമ്പം ഇവൾ ഇത്ര സമയം ജൂനാന്റെ മടിയിലായിരുന്നെന്നാ മനസ്സിലാവുന്നത്. അതോടെ അവളും പെട്ടെന്ന് ഷോക്കായി ഇവൻ എപ്പോഴാ ഒന്നും ചോദിക്കുമ്പോഴാണ് അവന് കുറച്ച് സമയം മുമ്പേ ചീലിന് വർക്കുള്ളതുണ്ട് അവള് പോയെന്ന് പറയും. അങ്ങനെ ഇത്രയും സമയം ഇവനായിരുന്നു അവളെ കെയർ ചെയ്തോണ്ടിരുന്നത്. അതോർത്ത് അവൾ ചെയ്തിട്ട് ഷൈയാകുമ്പോഴാണ് ഇവനും പെട്ടെന്ന് നിന്റെ വർക്ക് മൊത്തത്തിൽ പൊളിയായിരുന്നു ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് ക്യൂട്ടായിട്ട് അവന് അവളെ ചിയർ ചെയ്തിട്ട് പോകും. ഇതോടെ അവള് മൊത്തത്തിൽ സന്തോഷത്തിലാവും. അങ്ങനെ എക്സിബിഷന് കുറെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അതിലെല്ലാത്തിലും ഗുവിന്റെ ഗെയിമാണ് ബെസ്റ്റ്. അതുകൊണ്ട് അവിടുത്തെ ഒരു ബിസിനസ്മാനും ഗുവിനെ കണ്ട് സംസാരിച്ച് വേണേ അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് ഇവനെ ജോയിൻ ആകാൻ പറയും. അങ്ങനെ ഇവന് കിട്ടുന്ന ശമ്പളത്തിനെക്കാളും കൂട്ടിത്തരാന്ന് പറയുമ്പോഴാണ് ഗു ഇത് നല്ല ഐഡിയ ആണെങ്കിലും തൽക്കാലം അവന്റെ ഗെയിം റിലീസ് ചെയ്യാത്തോണ്ട് അവൻ അതുവരെ വേറെ കമ്പനിയിലോട്ട് മാറുന്നില്ലെന്ന് പറയും. അങ്ങനെ ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് വേറൊരു പെങ്കൊച്ചും വന്നിട്ട് ചീലിനും ഗുവിനും ഒരുമിച്ച് കണ്ട് അവരുടെ കമ്പനി റെഡിയാക്കിയ ലവ് ഗെയിം കളിച്ചു നോക്കുന്നവൻ ചോദിക്കും. ഇതോടെ ചീലിങ്ങും ലവ് ഗെയിമിലോടൊന്നും താല്പര്യമില്ലെന്ന് പറയുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ ഗുവിനെ ട്രൈ ചെയ്യാൻ പറയും. അപ്പോഴാണ് ചീലിങ് ഇത് മനസ്സിലാക്കി മിക്കവാറും ഇവളെല്ലാം സെറ്റ് ആയിക്കൊണ്ടോന്ന് പറഞ്ഞ് അവൾ തന്നെ ഗെയിമിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവരിങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട്. ഷെന്നും പതിയെ അവരുടെ കൂടെ ജോയിൻ ആകും. അങ്ങനെ ചീലിങ് ആ ഗെയിം കളിക്കുമ്പോഴാണ് ഇനി 3 ദിവസത്തിനുള്ളിൽ ചീലിങ്ങിന് ഒരു ലവ് പ്രപ്പോസൽ വരും എന്ന് പറഞ്ഞ് അതിനകത്ത് പറഞ്ഞേക്കും. ഇതോടെ ചീലിങ് ഷോക്കായി എന്തോ ഗുവും ഷെന്നും കൂടെ പരസ്പരം നോക്കി അവർ ഷോക്കായി പോകും. അതിനുശേഷം ആദ്യം തന്നെ ഗുവും പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവ ഇന്ന് രാത്രി സെറ്റപ്പ് എല്ലാം റെഡിയാക്കുമ്പോഴാണ് അതേസമയം പോകുന്ന വഴിക്ക് ചീലിങ് മാരിമി എന്ന് പറഞ്ഞ് ഒരു ലവ് പ്രപ്പോസലാണ്. ഇതോടെ അവള് മിക്കവാറും ഗു ആയിരിക്കുമെന്ന് പറഞ്ഞ് സംശയത്തിരിക്കുമ്പോഴാണ് ആ പ്രപ്പോസൽ ചെയ്തത് ഷെന്നായിരുന്നു. അങ്ങനെ അവനും ഇവളെ കണ്ട ആദ്യത്തെ ദിവസം തൊട്ട് ഇവളോട് ഇഷ്ടമെന്ന് പറയുമ്പോഴാണ് അവൾ എന്തോ പറയാന്നറിയാതെ മൊത്തത്തിൽ ഷോക്കായി പോകും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും എന്തായാലും ഇവനോട് അവൾക്ക് സ്നേഹമില്ലെന്ന് അവൻ അറിയാന്ന് പറയും. പക്ഷെ പ്രപ്പോസ് ചെയ്താല് അവന് സമാനം കിട്ടത്തുള്ളെന്ന് പറയുമ്പോഴാണ് ചീലിങ് ഇത് കേട്ട് അവനൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളെന്ന് പറയും. ഇത് കേട്ട് അവനും കൂളായിട്ട് എടുത്തിട്ട് എങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അതേസമയം ഇതെല്ലാം ഗുവും കാണേണ്ടി വരും. അതോടെ അവൻ ഇത് കണ്ട് തെറ്റിരിച്ച് ആ മൊത്തത്തിൽ ഹാർട്ട് ബ്രോക്കനോടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവന് ചീലിൽ നിന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് അവിടെ വെച്ചേക്കും. പക്ഷെ അത് മൊത്തത്തിൽ ഫ്ലോപ്പായി പോയെന്ന് അറിഞ്ഞ ഉടനെ അവന് സങ്കടത്തിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം കൂട്ടുകാരെയും വിളിച്ച് ഇവൻ അവളെ പ്രപ്പോസ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് ഗുവും ദേഷ്യത്തി ഇവന് മുമ്പേ തന്നെ ആ ഷെൻ പ്രപ്പോസ് ചെയ്തെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും മിക്കവാറും അവളൊക്കെ അവനെ റിജക്ട് ചെയ്ത് കാണുമെന്ന് പറയും. കാരണം ചീലിങ്ങിന് അവനോടൊന്ന് ക്രഷ് ഇല്ലെന്ന് അവനറിയാം. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഗുവിനെ പ്രപ്പോസ് ചെയ്യാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ഗുവും ആ ഷെൻ പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ ഇവനും പ്രപ്പോസ് ചെയ്തില്ലെന്ന് ഉറച്ചിരിക്കും. അങ്ങനെ അതിനുശേഷം ചീലിങ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൾ വരുന്ന വഴിക്ക് ഇവനും കഴിക്കാൻ വേണ്ടി നൂഡിൽസ് വാങ്ങിച്ചു കാണും. അങ്ങനെ അതും എടുത്തോണ്ട് ഇവരുടെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അവൾ ആ ഗെയിമിനകത്ത് പറഞ്ഞ പോലെ ഇന്നൊരു പ്രപ്പോസൽ എന്നെന്ന് അവനോട് അറിയും. പക്ഷെ അവളത് റിജക്ട് ചെയ്തോണ്ട് ഇനിയും പ്രപ്പോസലിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഗു ഇത് കേട്ട് സന്തോഷത്തിൽ ലവ് പ്രപ്പോസലൊക്കെ ട്രൂ ലവിനെ സെറ്റ് ആവത്തുള്ളൂ അറിയും. ഇത് കേട്ട് അവളൊന്നും പറയാതെ അവനെ തന്നെ നോക്കുമ്പോഴാണ് ഗുവും ചെറിയ ഡൗട്ടോടെ എന്തിനാ ഇവനെ തന്നെ തുറച്ചു നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ എന്റെ ട്രൂ ലവിനെ കാണുമെന്ന് പറഞ്ഞ് അവളൊരു ഡയലോഗ് പറഞ്ഞോടെ ഇവ മൊത്തത്തിൽ ഷൈ ആയി പോകും.
അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം കമ്പനി വെച്ച് അവൻ്റെ കൂട്ടുകാരനും ഇന്നലെ അവളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്നൊരു നല്ല ദിവസം എന്ന് പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യാൻ പറയും. അങ്ങനെ ഇത് കേട്ട് ഗുവും ഇന്ന് രാത്രി അവളെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ് ഇന്നലത്തെ പോലെ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇവൻ ആദ്യം തന്നെ ചീലിന് അവന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവന്റെ ഡോറിന്റെ പാസ്വേഡ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടെ അവള് സന്തോഷത്തി മിക്കവാറും അവൻ പ്രപ്പോസ് ചെയ്യാനായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് അവൾ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഗുവും ഇവിടെ റിമോട്ട് കൺട്രോളിൽ അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും പെട്ടെന്ന് ഫോൺ വിളിച്ച് കമ്പനി കുറച്ച് പ്രശ്നമായെന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ പ്ലാൻ മൊത്തത്തിൽ നശിപ്പിക്കും. അതോടെ അവന് ചീലിന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റാതെ അവൻ തിരിച്ചു വരുന്നവരെ അവന്റെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇതോടെ ചീലി മൊത്തത്തിൽ തകർന്നവും വെറുതെ പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് കൂട്ടിയെന്ന്. അതേസമയം ഇവിടെ ഗുവിന് അവന്റെ ഗെയിമിലൊരു ക്യാരക്ടർ വേറെ കമ്പനിയുടെ ഗെയിമിന്റെ ക്യാരക്ടർ നോക്കി കോപ്പി അടിച്ചെന്നറിഞ്ഞ് ഒരു കേസ് ഇട്ടേക്കും. അങ്ങനെ ഇതിനെ കുറിച്ച് ആ ബോസും ഗുവിനോട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഗുവും അത് അവൻ ഉണ്ടാക്കിയ ക്യാരക്ടറാണ് തീർച്ചയായിട്ടും തെളിയിക്കാന്ന് പറയും. പക്ഷെ അവന്റെ ഇപ്പൊ പ്രൂഫ് ഇല്ല. അതോടെ അവൻ ആ ടെൻഷന് താമസിച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ചീലിങ്ങും വെറുതെ വിളിച്ചു വരുത്തതിന് അപ്സെറ്റ് ആയിരിക്കും. പക്ഷെ ഇവളെക്കാൾ അവൻ അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇവൾ എന്താ പ്രശ്നം ചോദിക്കുമ്പോഴാണ് അവന് ഇവന്റെ ഗെയിമിലെ പ്രശ്നമൊക്കെ എടുത്ത് പറയും. ഇവൻ റെഡിയാക്കിയ ക്യാരക്ടർ കോപ്പിയാന്ന് പറഞ്ഞ് ആരാണ്ട് കേസ് കൊടുത്തെന്ന്. ഇത് മനസ്സിലാക്കി ചീലിങ് അവനെ ഹഗ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രശ്നം ഒരുമിച്ച് സോൾവ് ചെയ്യാന്ന് പറയുമ്പോഴാണ് അവന് ചെറിയ സമാധാനമാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ക്യാരക്ടർ ഇവർ വരച്ചതെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രൂഫൊക്കെ തപ്പുമ്പോഴാണ് ഗുവും പണ്ട് അവന്റെ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് വരച്ച ക്യാരക്ടർ ഇതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ചീലിങ്ങും എങ്കിൽ പിന്നെ ഇവന്റെ അച്ഛനായിട്ട് ചാറ്റ് ചെയ്ത വല്ല സംഭവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവരും പഴയ ചാറ്റൊക്കെ തപ്പി നോക്കും. പക്ഷെ അതിനകത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് വലുതായിട്ട് എവിഡൻസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി നമുക്ക് എവിഡൻസ് ഒപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവരും കുറെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ആ ബോസും ഗുവിനെ വിളിച്ചു വരുത്തി ഗുവിന്റെ ടീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒരു മീറ്റിംഗ് വെക്കും. അങ്ങനെ അവരെല്ലാരും കൂടെ ഗുവിനിട്ട് ഫോഴ്സ് ചെയ്യും അവൻ ആ കേസിനെതിരായിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിച്ചു വന്ന്. അപ്പോഴാണ് ഇവനും ഇനി കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവരോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതോടെ ആ കമ്പനി മൊത്തത്തിൽ ഒരു ചർച്ചയാകും. മിക്കവാറും ഗുവിന്റെ പ്രോജക്റ്റ് മൊത്തത്തിൽ ഫ്ലോപ്പായി പോകുന്നത്. അതോടെ അവന്റെ ടീമിലുള്ള എല്ലാവരും പേടിച്ചിരിക്കുമ്പോഴാണ് ചീലിങ് അവളുടെ സീനിയർ അവിടേക്ക് വന്ന് ഇവരുടെ പ്രശ്നം എടുത്ത് പറഞ്ഞ് ഇവര് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം സോൾവ് ആക്കുമെന്ന് പറയും. അപ്പോഴാണ് ബാക്കി എല്ലാവരും കൂടെ സമാധാനമാകുന്നത്. അതിനുശേഷം അന്ന് വൈകിട്ട് ചീലിങ് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി ഇറങ്ങുമ്പോഴാണ് ഗു അവൾക്ക് മെസ്സേജ് അയച്ചേക്കും അവന്റെ വീട്ടിലേക്ക് പോവാന്ന്. ഇതോടെ അവള് അവനെ ചെന്ന് കാണാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഗു കാണത്തില്ല. ഇതോടെ അവളും ടെൻഷനായി വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ എവിടെ പോയെന്നറിയാതെ അവന് ഫോൺ വിളിച്ചൊക്കെ നോക്കും. അപ്പോഴാണ് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതോടെ അവള് മൊത്തം ടെൻഷനായി ഇനി ഇവന് വല്ല സംഭവിച്ചെന്നറിയാതെ ഇവര് ഗെയിം കളിക്കുന്ന അങ്കിളിനെയൊക്കെ ഫോൺ വിളിച്ചു ചോദിക്കും. അപ്പോഴാണ് അദ്ദേഹം അവന് മൂഡ് അപ്സെറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകാന്നറിഞ്ഞ് ആ അഡ്രസ്സ് ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചീലിങ്ങും അന്ന് രാത്രി തന്നെ അവൾ ട്രെയിനിൽ കയറി ഗുവിനെ കാണാൻ വേണ്ടി പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവൾ അവന്റെ വീട് അന്വേഷിച്ച് പോകുമ്പോഴാണ് അതിന്റെ അടുത്തൊരു റെസ്റ്റോറന്റ് ഗു അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഇവള് കാണുന്നത്. ഇതോടെ ഇവളും ദേഷ്യത്തെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് അവൾ അവനെ കുറിച്ച് കുറെ കെയർ ചെയ്യും. അപ്പോഴാണ് ഗു അവന്റെ ചെവിക്കകത്ത് ഹെഡ്സെറ്റ് വെച്ചേക്കുന്ന അവൾ അറിയുന്നത്. അതോടെ ഇവളും കുറച്ച് ഓവറായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവനും ഇപ്പൊ എന്തോ ഇവള് പറഞ്ഞാൽ ജയിക്കും. അതോടെ അവളും വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്തിന് ഇവിടേക്ക് വന്നേന്ന് അവനോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അവൻ അവളോട് സോറി പറഞ്ഞിട്ട് അവൻ വീടെന്ന് ഉദ്ദേശിച്ചത് അവന്റെ അച്ഛന്റെ വീടാന്ന് പറയും. ഇതോടെ അവളും കുറച്ച് ദേഷ്യത്തി നീ നമ്മുടെ വീട്ടിലെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ എത്രമാത്രം പേടിച്ചെന്ന് പറയുമ്പോഴാണ് ഗുവും നമ്മുടെ വീടാന്ന് അവളോട് തിരിച്ചു വയ്ക്കും. അതോടെ അവളും കുറച്ച് ഷൈ ആയിട്ടിരിക്കുമ്പം ഇവന് ഈ ചാൻസിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവള് പ്രപ്പോസ് ചെയ്യും. ചീലിങ് ഞാൻ കുറെ മാസമായിട്ട് നിന്നോട് പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് അതിനുള്ള പെർഫെക്റ്റ് ചാൻസ് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ചാൻസ് കിട്ടിയിട്ടും എന്തെങ്കിലും പ്രശ്നം കയറി വരുക. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പറയാം എനിക്ക് നിന്നെ ഇഷ്ടം എന്നിന് ഇവനും പ്രപ്പോസ് ചെയ്യുമ്പം അവളും കുറച്ച് ആക്കിയ രീതിയിൽ ഇവനല്ലേ അന്ന് കോളേജ് വെച്ച് റിജക്ട് ചെയ്തേം ജയിക്കും. അപ്പോഴാണ് അവനും ടെൻഷനോടെ നീ ആ ഡഫ്റ്റിസ്റ്റ് എന്നറിയാതെ അന്ന് റിജക്ട് ചെയ്തതെന്ന് പറയും. അതോടെ ഇവർ തമ്മിൽ സെറ്റ് ആകുമ്പോഴാണ് ഇതൊക്കെ അടുത്തുനിന്ന് കൊച്ചുപിള്ളേരും കണ്ടിട്ട് വേറെ സ്ഥലത്ത് റൊമാൻസ് എന്ന് പറഞ്ഞ് അവര് കണ്ണടച്ചിരിക്കും. അതേസമയം ഇവിടെ കൂട്ടുകാരനാകട്ടെ ഗുവിനെ ഫോൺ വിളിച്ച് അവൻ മൊത്തത്തിൽ ടെൻഷനായിരിക്കും ഇവ ഫോൺ എടുക്കാത്തോണ്ട്. അങ്ങനെ അവസാനം അവനും ചീലിങ്ങിനെ വിളിക്കുമ്പോഴാണ് അവളും ഫോൺ എടുത്തിട്ട് ഗു അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് വന്നേക്കുവന്ന് അവനോട് അറിയും. അപ്പോഴാണ് ഇവനും സമാധാനമാകുന്നത്. അതിനുശേഷം ചീലിങ്ങും ഗുവും കൂടെ അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ചെന്ന് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് തപ്പാൻ പോകും. അതേസമയം ഇവിടെ കൂട്ടുകാരനും ഇത്ര സമയമായിട്ട് അവൻ ഫോൺ വിളിച്ചിട്ടും തിരിച്ചൊരു പ്രാവശ്യം പോലും വിളിച്ചില്ലെന്ന് പറഞ്ഞ് കട്ടക്കലിപ്പി സെക്രട്ടറിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളെ തെറ്റാക്കി മനസ്സിലാക്കി ഇവനാ ബ്രേക്കപ്പ് ചെയ്ത ഗേൾഫ്രണ്ടിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്ന പറഞ്ഞ് ഇവളെ കുറെ അഡ്വൈസ് ചെയ്യും. വെറും 1 മാസമായിട്ട് ഡേറ്റ് ചെയ്തിട്ട് ഇത്രയ്ക്ക് ഇവൻ ഓവർ ആക്ട് ചെയ്യാവുന്ന. അപ്പോഴാണ് അവനും ചെറുതായിട്ട് ചിരിച്ചിട്ട് ഞാൻ ഇപ്പൊ സംസാരിച്ചത് ഗുവിനെ കുറിച്ചാ, അവനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത കാര്യം ഞാൻ പറഞ്ഞ. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവള് പെട്ടെന്ന് ശരിയായി എങ്കിൽ പിന്നെ ഞാൻ പോകുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. ഇതോടെ ഇവൻ അവളെ തടയാൻ നോക്കുമ്പം പെട്ടെന്ന് അറിയാതെ അവിടുത്തെ ചൂട് നൂഡിൽസ് ഒക്കെ ജൂനാന്റെ കൈ ചെന്ന് വീഴും.
അതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ചിട്ട് അറിയാതെ പറ്റിപ്പോയതെന്ന് പറഞ്ഞ് അവനോട് സോറി ചോദിക്കും. അതിനുശേഷം ജൂനാന്റെ കൈ മൊത്തത്തിൽ പൊള്ളിപ്പോവും. അങ്ങനെ ഇവൾ ഓയിൽമെന്റ് എടുത്ത് അവനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ജൂനാൻ അത് ഇവളുടെ തെറ്റല്ലെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. അങ്ങനെ ഇവന് ഓയിൽമെന്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് കൊടുക്കാൻ വരുമ്പോഴാണ് കറക്റ്റ് അതേ സമയം അവിടേക്ക് ആ സീനിയർ വന്നിട്ട് ഞാൻ തെറ്റായ സമയത്ത് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് വന്ന വഴിക്ക് തന്നെ സ്ഥലം വിടും. അതോടെ ഇവർ രണ്ടുപേരും കൂടെ ഷൈയാകും. അതേസമയം ഗുവും ചീലിനെ വിളിച്ചോണ്ട് അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ ഫാമിലി സ്റ്റോറിയൊക്കെ അവളോട് ഷെയർ ചെയ്യും. അതായത് ഇവന്റെ അച്ഛൻ ഗെയിമിനോട് കാണിക്കുന്ന താല്പര്യമൊന്നും അവന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അത് കാരണം ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമായി കാണും. അങ്ങനെ അതുകൊണ്ട് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് അച്ഛന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുറച്ച് വർഷത്തിൽ തന്നെ അവന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. അങ്ങനെ ഈ സ്റ്റോറിയൊക്കെ അവൻ അവളോട് എടുത്തു പറയുമ്പോഴാണ് ഇവൻ ഇമോഷണൽ ആകുന്നുണ്ട് അവൾ അവനെ സമാധാനപ്പെടുത്തും. അതിനുശേഷം ഗുവും അവന്റെ അച്ഛന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത അങ്കിൾസിനെ കണ്ട് അവന്റെ അച്ഛൻ യൂസ് ചെയ്ത കമ്പ്യൂട്ടർ അവരോട് ചോദിച്ചു വാങ്ങിക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അതും വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചീലിങ് അവനോട് ചോദിക്കും ഒരു പക്ഷേ ഇവന്റെ അച്ഛൻ വല്ലതാണോ ഇവർ രണ്ടുപേരും പണ്ട് വരച്ച ഡ്രോയിങ്സ് ഒക്കെ പൈസക്ക് വിറ്റേന്ന്. അവരാണ് അവനത് കേട്ടിട്ട് എന്തായാലും ഇവനും അവന്റെ അച്ഛനും കൂടെ ഒരുമിച്ച് വരച്ച പടം ഒരിക്കലും അച്ഛൻ വിൽക്കത്തില്ലെന്ന് ഇവന് നല്ല വിശ്വാസമുണ്ട്. അപ്പോഴാണ് ചീലിങ് ഇവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി വെള്ളം അവനെ എടുത്തു കൊടുക്കുമ്പോൾ അവളും ചോദിക്കും നമ്മൾ തമ്മിൽ ലവേഴ്സിനെ പോലെയല്ല ഫോർമലായിട്ടാ ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഞാൻ തന്നെ ലവേഴ്സിന് സ്റ്റെപ്പ് എടുക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ കിസ് ചെയ്യും. അതോടെ അവള് മൊത്തം ഷൈയാകും. അതിനുശേഷം അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ ആ സിസ്റ്റത്തിൽ എവിഡൻസ് വല്ലതും ഉണ്ടോന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗു അറിയുന്നത് അവന്റെ അച്ഛൻ മരിച്ച എല്ലാ പടങ്ങളും ചീലിയും പറഞ്ഞ പോലെ വേറെ കമ്പനിക്ക് വിറ്റ് കാണും. ഇതോടെ ഗു മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് അതേസമയം ചീലിങ്ങും അവിടെ വേറൊരു ഫയലുണ്ടെന്ന് പറഞ്ഞ് അവളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് ഗു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ ഇവനോട് പറയാൻ വേണ്ടി കുറെ വാക്കുകൾ അതിനകത്ത് എഴുതി വെച്ചേക്കും. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തവരായിട്ട് കുറച്ച് പ്രശ്നമായി കാണും. അങ്ങനെ അത് കാരണം എല്ലാ ഡ്രോയിങ്സും വേറെ കമ്പനിക്ക് വിറ്റ് കൊടുക്കുമ്പോഴാണ് അറിയാതെ ഇവരുടെ ഒരുമിച്ച് വരച്ച ആ ഡ്രോയിങ് വിറ്റ് കാണും. പക്ഷെ അത് ഒരിക്കലും വിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അച്ഛനും തിരിച്ച് ആ കമ്പനിയിൽ നിന്ന് അടുത്തുനിന്ന് ഇവരുടെ ഒരുമിച്ച് വരച്ച പടം മാത്രം വാങ്ങിച്ചു കാണും. അങ്ങനെ ആ കാര്യമൊക്കെ അതിനകത്ത് എഴുതിയിട്ട് പിന്നെ ഗുവിനെ കുറെ മിസ് ചെയ്തെന്ന് പറഞ്ഞ് അവനോടൊക്കെ സോറി പറയുമ്പോഴാണ് ഇത് കണ്ട് അവന് മൊത്തത്തിൽ ഇമോഷണൽ ആവും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ബോസും കമ്പനിയിൽ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്യും ഗു ഇതുവരെ എവിഡൻസ് ഒപ്പിക്കാത്തതുകൊണ്ട് അവന്റെ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അതേസമയം ഗു അവിടെ എവിഡൻസ് ആയിട്ട് മാസമായിട്ട് അവിടെ വരും. അങ്ങനെ അവനും ഇത് അവന്റെ ക്യാരക്ടറാന്നുള്ള പ്രൂഫ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് ബോസ് ഇത് സന്തോഷത്തിൽ എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ലീഗലായിട്ട് അവർക്കെതിരെ കേസ് ഇടാന്ന് പറയും. അതിനുശേഷം ഗു ഈ സന്തോഷമായിട്ടുള്ള കാര്യം അവന്റെ ടീമിനോട് ചെന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരെ മാത്രം ഇവനെ മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തിരിക്കും. കാരണം ഇവിടെ നിന്ന് പോയിട്ട് അവനൊരു ഫോൺ കോൾ പോലും വിളിച്ചു കാണത്തില്ല. അതുകൊണ്ട് കൂട്ടുകാരനും കുറച്ച് ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഗുവും ടയേർഡായി റെസ്റ്റ് എടുക്കുമ്പോഴാണ് ചീലിങ് അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ തന്നെ അടുത്ത് നോയിക്കൊണ്ടിരിക്കും. ഇതോടെ അവനും കണ്ണു തുറന്ന് പെട്ടെന്ന് അവളെ അടുപ്പിക്കുമ്പോഴാണ് വീണ്ടും കൂട്ടുകാരന് സെക്രട്ടറിക്ക് ശല്യമായതുപോലെ ആ സീനിയർ ഇവിടേക്ക് വരും. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ അവനെ നോക്കുമ്പോൾ അവന്റെ കണ്ണിനകത്ത് VR കാണും. അതുകൊണ്ട് ഇവരൊന്നും ചെയ്യാത്ത പോലെ ഗുവും വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവന്റെ ടീമിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സിംഗിൾസിനൊക്കെ പരസ്പരം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാം ഗിഫ്റ്റ് ഷെയർ ചെയ്യുമ്പോഴാണ് അതേ ഒരു ഗിഫ്റ്റ് ചീലിങ്ങിനും കിട്ടും. ഇത് കണ്ട് ഗുവും ദേഷ്യത്തി ഇവൾ എപ്പോഴാ സിംഗിൾ ആയെന്ന് ചോദിക്കുമ്പോഴാണ് അവളും ഇത് പണ്ട് കളിച്ച ഗെയിമാന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ നോക്കും. അങ്ങനെ ഇവരുടെ ഒരുമിച്ച് പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് അവിടേക്ക് മറ്റേ ചേച്ചിയും വന്നിട്ട് ചീലിങ്ങും ബോസും കൂടെ എവിടേക്ക് പോകാൻ ചോദിക്കും. അപ്പോഴാണ് ചീലിങ്ങും ഇവർ ലവേഴ്സാന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഗു അവളുടെ ടീമിൽ എല്ലാവർക്കും ജ്യൂസ് വാങ്ങിച്ചു തരാൻ പോകുന്ന അറിയും. അങ്ങനെ ഇത് കേട്ട് ഗുവും ചെറിയ ഷോക്കായി അവരോട് എന്തിനാ ലവേഴ്സാന്ന് പറയത്തെന്ന് ചോദിക്കുമ്പോഴാണ് അവളും തൽക്കാലം ഇതാരും അറിയണ്ടെന്ന് അറിഞ്ഞ് അവനോട് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും എങ്കിൽ പിന്നെ ഇവള് പറഞ്ഞ പോലെ എല്ലാവർക്കും ജ്യൂസ് വാങ്ങി തരാന്ന് പറഞ്ഞ് ആ എല്ലാ സാധനം എടുത്ത് ഇവളുടെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവർ തമ്മിൽ സീക്രട്ട് ആയിട്ട് റിലേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഗുവിനെ കണ്ടാൽ തന്നെ കൂട്ടുകാരെ മൈൻഡ് പോലും ചെയ്യത്തില്ല. കാരണം ഇതുവരെ ഗു അവനോട് നേരെ സംസാരിച്ചു പോലും കാണത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഗു നേരിട്ട് എന്ന് അവനോട് സോറി ചോദിക്കും. അന്ന് ഇവന്റെ ബാറ്ററി ഓഫായി പോയതുകൊണ്ട് അവനെ ഫോൺ വിളിക്കാത്തേന്ന്. അതുമല്ലാതെ ഇവൻ ആകെ വിശ്വസിക്കുന്ന നിന്നെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് കൂട്ടുകാരനെ അത് വാങ്ങിച്ച് ചെറുതായിട്ട് സമാധാനമാകും. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എവരിവൺ ലവ്സ് മീയുടെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഗുവും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ കൂട്ടുകാരനോട് സോറി ചോദിക്കുമ്പോൾ അവന് സമാനമായി കാണും. അങ്ങനെ അതിനുശേഷം ഇവെല്ലാം പുറത്ത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോഴാണ് ഈ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ആ ചേച്ചി അവിടേക്ക് ഒന്ന് നോക്കുമ്പോൾ ചീലിയും കുറെ ആൾക്കാർ വിളിച്ചു വരുത്തിയേക്കും. അതോടെ ഇവരും പേടിച്ചിട്ട് ആകെ എന്റെ 3000 ഉള്ളെന്ന് പറയുമ്പോഴാണ് അവളും പൈസയൊക്കെ ഗുവിന്റെ കൂട്ടുകാരും കൊടുക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇവർക്ക് സമാനമാകുന്നത്. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഡേറ്റിംഗ് പോയതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഗുവിന് ഡേറ്റിന് പോകാൻ പറയുമ്പോഴാണ്
കഴിയുമ്പോഴാണ് അവന് ഗേൾഫ്രണ്ട് ഉള്ള കാര്യം ഇവരുടെ എല്ലാം തുറന്നു പറയും. ഇതോടെ അവരെല്ലാം ഷോക്കായി. ഇവന്റെ ഗേൾഫ്രണ്ട് ആരാന്ന് ചോദിക്കുമ്പോഴാണ് ചീലിങ് മൊത്തത്തിൽ പേടിച്ചിരിക്കും ഇവൻ സത്യം എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവന് ഫോട്ടോ കാണിക്കുന്ന ഫോൺ എടുത്തിട്ട് അവന്റെ ഗേൾഫ്രണ്ട് കുറച്ച് ഷൈ ടൈപ്പാന്ന് പറഞ്ഞ് അവന് ഇവരോട് സത്യം പറയത്തില്ല. അപ്പോഴാണ് ചീലിങ്ങിന് പോയ ജീവൻ തിരിച്ചു വരുന്നത്. അതിനുശേഷം ചീലിങ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ട് ഫോട്ടോ കാണിക്കുമെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പോഴാണ് അവന് നിനക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞ് അവളെ അടുപ്പിച്ച് സെൽഫി എടുക്കും. ഇതോടെ അവൾക്കും ചെറിയ നാണം വന്നിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ചീലിങ് കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷെന്നും വന്നിട്ട് ഇവളുടെ കൂടെ കുറച്ച് പഞ്ചായത്ത് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഗൂവിന് ജലസായി അവനെ പറഞ്ഞുവിടാൻ വേണ്ടി പെട്ടെന്ന് ആവശ്യമില്ലാത്ത കുറെ ജോലികളൊക്കെ അവന്റെ തല ഏൽപ്പിച്ച് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കും. അതിനുശേഷം ഗൂവും ഒരു ഫയലെടുത്ത് ചീലിന്റെ കൊടുത്തിട്ട് പോകുമ്പോഴാണ് അവൾ അത് തുറന്നു നോക്കുമ്പം അവന് സ്നേഹത്തോടെ ഇവൾക്ക് കഴിക്കാനുള്ള ഫുഡ് സ്നാക്സ് എല്ലാം കൂടെ അവളുടെ സീറ്റിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഇതൊക്കെ അവളും തുറന്നു നോക്കിയിട്ട് ഗോവിനോർത്ത് സന്തോഷപ്പെടും. അതേസമയം ഇവിടെ കൂട്ടുകാരനും അവന്റെ ഗേൾഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളും ദേശിച്ച് അവനെ ഫോൺ വിളിച്ച് എന്തിനാ ഇവ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് അയക്കുന്നതെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് ഇവൻ ഓർത്ത് നോക്കുന്നത് ഇതിനുമ്പ് അവൻ അവന്റെ സെക്രട്ടറിയോട് പറഞ്ഞാണ് അവളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ. അങ്ങനെ അത് അവൾ ക്യാൻസൽ ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ ഇവന്റെ എക്സ് ഗേൾഫ്രണ്ട് പോകുന്നത്. അങ്ങനെ ഈ കാര്യം ഇവനും സെക്രട്ടറിയോട് ചോദിക്കുമ്പോഴാണ് അവള് ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റിയെന്ന് പറയും. പോരാതെ വേറൊരു വലിയ ഹോട്ടലിൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും വെറുതെ പൈസ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ ഒരുമിച്ച് ആ ഹോട്ടലിലേക്ക് ചെല്ലും. അങ്ങനെ ചീയും അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് കണ്ട് അവന് സന്തോഷത്തിൽ ഇങ്ങനെ ഇവൻ ഇഷ്ടപ്പെട്ട എല്ലാം ചെയ്യാണ് നിനക്ക് എന്നോട് ലവ് ഉണ്ടെന്ന് തെറ്റിരിച്ചോ എന്ന് കൂട്ടുകാരൻ അവളോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളൊന്നും തിരിച്ചറിയാതെ അവനെ തന്നെ ഇങ്ങനെ സന്തോഷം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് സത്യത്തിൽ ഇവൾക്ക് ഇവനോട് ക്രഷ് ഉണ്ടെന്ന്. അതോടെ അവനും ഇവിടുന്ന് ടെൻഷനായി അവന്റെ അമ്മ അർജന്റായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് ഓടിപ്പോകും. ഇതോടെ ചീയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളെ തന്നെ വഴക്കുറയും. അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാ ഉത്തരം പറയാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നേന്ന്. അങ്ങനെ ഇനി അവനെ കാണുമ്പം നാണക്കേടാന്ന് പറഞ്ഞ് അവളോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടെ സീക്രട്ടായിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഗോവിനും ചീലിങ്ങിനും ശല്യമായിട്ട് കൂട്ടുകാരൻ അവിടെ നേരെ ഗോവിനെ കാണാൻ വേണ്ടി വരുന്നത്. ഇത് കണ്ട് ചീലിങ് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് ജൂനാൻ അവളെ കണ്ടുപിടിച്ചിട്ട് ഗോവിന് ഗേൾഫ്രണ്ടുള്ള കാര്യം നീ മറന്നോന്ന് അവളോട് തന്നെ ചോദിക്കും. കാരണം അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വെച്ചാൽ പറഞ്ഞാണ്. അപ്പോഴാണ് ഗോവും ഇവളെ എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ വന്ന കാര്യം എന്തോന്ന് ആദ്യം അവനോട് ചോദിക്കും. അതോടെ അവനും ചീയായിട്ട് നടന്ന കാര്യമൊക്കെ അവന്റെ ഫ്രണ്ടിന് നടന്ന പോലെ ഇവരോട് എടുത്തു പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ചീലിങ്ങിന് മനസ്സിലായിട്ട് പെട്ടെന്ന് കൂട്ടുകാരനെ വഴക്കുറഞ്ഞയക്കും. ഇങ്ങനെ ഒന്നും പറയാതെ ഒരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതോടെ ജൂനാനും പേടിച്ചിട്ട് ഇനി ഇവിടുന്ന സീനെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവരൊരുമിച്ച് കൈയൊക്കെ കോർത്ത് കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ ചേച്ചിയും ഇവർ രണ്ടും ഒരുമിച്ച് വരുന്ന കാണും. അങ്ങനെ അവരും മനഃപൂർവ്വം ഗൂവനാക്കാൻ വേണ്ടി നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടും ചീലിംഗ് ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന മോശമല്ലേ എന്ന് അവർ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൂവും അവന്റെ ഗേൾഫ്രണ്ട് ചീലിംഗാന്ന് അവരോട് തുറന്നു പറയും. പക്ഷെ ഇത് കേട്ട് അവർ ഷോക്ക് പോലാകത്തില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഇവർ രണ്ടിനും കപ്പിൾസ് ആന്ന്. അങ്ങനെ ഇത് ആദ്യം തന്നെ ചീലിംഗ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് സെക്രട്ടറിയും വരും. ഇത് കണ്ട് ചീലിംഗും സെക്രട്ടറിയും വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴാണ് ഇന്നലെ നടന്ന സംഭവമൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ അങ്ങനെ ചോദിച്ചപ്പം ഇവൾ ഉത്തരം പറയാത്തത് മൊത്തത്തിൽ നാണക്കേടായി പോയെന്ന് ചീലിങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ചീലിങ്ങും അവളെ മോട്ടിവേറ്റ് ചെയ്ത് അവളെ കുറച്ച് ചിയർ ചെയ്തിടും. അതിനുശേഷം അന്ന് വൈകിട്ട് മറ്റേ ചേച്ചിയും ചീലിന് കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഇത് ഇട്ട് ഗൂവിന് മയക്കെടുത്തോന്ന് പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഇത് കണ്ട് ചീലിങ്ങും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കണമെന്ന് പറഞ്ഞ് അവളിതെടുത്ത് വീട്ടിൽ ചെന്ന് ധരിച്ചു വെക്കും. അതോടെ അവളും ഇത് കുറച്ച് ഓവറാണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പം ഇവളുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവളും ഗൂവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഗൂവിന്റെ അമ്മയും വരുന്നത്. അങ്ങനെ ഇവളെ കണ്ട് അവര് ഷോക്കാകുമ്പോഴാണ് അതേസമയം ഗൂവിന്റെ അമ്മയെന്ന് പറഞ്ഞ ഉടനെ ഇവളും പെട്ടെന്ന് പേടിച്ചിട്ട് ഇവള് ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടി ഗൂവിന്റെ വീട്ടിലേക്ക് വന്നതെന്ന് പറയും. അതിനുശേഷം അവൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അവൾ ഇപ്പം പുതിയതായിട്ട് വാങ്ങിച്ചോണ്ട് അത് ഇട്ട് നോക്കിയതാന്ന് പറയും. ഇത് കേട്ട് അമ്മ അതും തെറ്റിയിരിക്കാതെ അവൾക്ക് ആ ഡ്രസ്സ് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഇവളെങ്കിൽ പിന്നെ ഹൊറം നിങ്ങൾക്കും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഇവരുടെ നമ്പർ ഷെയർ ചെയ്യും. അപ്പോഴാണ് അതേസമയം ഗു അവിടേക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത്. അങ്ങനെ ഇവൻ അവിടേക്ക് വന്നോടെ ചീലിങ്ങും അവളും വീട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗുവും അവന്റെ അമ്മയോട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവന് നേരെ ചീലിനെ കാണാൻ വേണ്ടി പോകും. കാരണം ഇവൻ ഗെയിമിംഗ് കമ്പനി വർക്ക് ചെയ്യുന്ന അവന്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവൻ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ അവന്റെ അമ്മയോട് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് അവളില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവനും ചോദിക്കുവാണ് വേറെ വല്ല കമ്പനി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അതിനുശേഷം ഇവനും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന് മുമ്പേ തന്നെ അമ്മയും ഇവന്റെ റൂമൊക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവും ഇവൻ ഗെയിമിംഗ് കമ്പനി ജോലി ചെയ്യാന്ന്. അതോടെ അമ്മ അവനോട് ദേഷ്യത്തി
ഇവൻ ജോലിയിൽ നിന്ന് പുറത്തായാൽ മാത്രമേ ഇവനോട് ഇനി മിണ്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം ഗുവിന്റെ അച്ഛനും ഈ ഗെയിമിംഗ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് മോൻ അതേപോലെ ആയിപ്പോലെന്ന് പറഞ്ഞ് അമ്മ അവനോർത്ത് വിഷമിക്കുക. അതിനുശേഷം അവന് ഈ കാര്യം ചീലിങ്ങിനോട് പറയുമ്പോഴാണ് അവള് നമുക്ക് എങ്ങനെയൊക്കെ ആന്റിയെ സമാധാനപ്പെടുത്താന്ന് പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തും. അതേസമയം ഇവിടെ രാത്രിയായിട്ടും വീട്ടിൽ പോവാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടിരിക്കും. അപ്പനാണ് അവിടെ കൂട്ടുകാരനും വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും സഹായം വേണം ചോദിക്കും. അപ്പനാണ് അതേസമയം അവിടേക്ക് ആരോ വരുന്ന സൗണ്ട് കേട്ട് ഇവനെന്തോ സീക്രട്ടായിട്ട് ഡേറ്റ് ചെയ്യുന്ന പോലെ സൈഡിലേക്ക് ഇരുത്തി ഇവരുടെ ഒളിഞ്ഞിരിക്കും. അപ്പനാണ് അവിടേക്ക് വരുന്ന സീനിയറും ഇവരിങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തോലെ അവിടെ നിന്ന് പോകും. അപ്പനാണ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നമ്മളിപ്പം തന്നെ ഇങ്ങനെ ഒളിഞ്ഞെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകും. ഇതേ സമയം അടുത്ത ദിവസം ചീലിങ്ങും ഗൂവിനും മെസ്സേജ് അയച്ച് അവന്റെ അമ്മ എല്ലാം ഫോൺ എടുത്തോന്ന് ചോദിക്കുമ്പോഴാണ് അവനില്ലെന്ന് പറയും. അപ്പനാണ് ഇവളും അവന്റെ അമ്മയുടെ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചോണ്ട് ഇവളും ഗൂവും ബ്രേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിടും. അതുകൊണ്ട് അടുത്ത ദിവസം അവരും വീട്ടിലേക്ക് വരുമ്പോഴാണ് ചീലിങ്ങും കരഞ്ഞോണ്ട് കുറച്ച് ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഗൂ വരുന്നവരെ ഇവളും കുറച്ച് ആക്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ചെറുതായിട്ട് പിടിയിട്ട് ഇവരുടെ ഒരു പ്ലാൻ ചെയ്ത് ഇവിടേക്ക് വരുത്തിച്ചാണ്. അതോടെ അമ്മ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അവിടെ ഗൂവും വന്നിട്ട് അവൻ പറയുന്ന കുറച്ച് സമയം കേൾക്കണം എന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ വിളിച്ചിരുത്തി സംസാരിക്കും. അങ്ങനെ അവനും അച്ഛൻ ഇവർക്ക് വേണ്ടി എഴുതിയ വാക്കുകളൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് ഈ ഗെയിമിന് വേണ്ടി അച്ഛൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവനും കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയും. ഇത് കേട്ട് അമ്മയ്ക്കും കരച്ചിൽ വന്നിട്ട് എന്തായാലും നീ ഇപ്പൊ വളർന്ന സ്ഥിതിക്ക് നീ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനം അമ്മയെ സമാനാകുമ്പോഴാണ് ഗൂ അവളെ ഹഗ് ചെയ്തിട്ട് താങ്ക്സ് പറയും. എന്നിട്ട് ഇവർ ഒരുമിച്ച് കമ്പനിയിലേക്ക് ചെല്ലുമ്പം അതേസമയം ഇന്ന് ഇവരുടെ കമ്പനിയിൽ എല്ലാവരും അറിയും ഇവർ രണ്ട് റിയൽ കപ്പിൾസ് ആണ്. അതുകൊണ്ട് ഇനി രണ്ടുപേര് സത്യം മറക്കേണ്ടെന്ന് പറഞ്ഞ് ഗൂവും പെട്ടെന്ന് അവിടെ വെച്ച് അവളെ കിസ് ചെയ്യും. അതേസമയം ഇവിടെ കമ്പനി മൊത്തത്തിൽ പ്രശ്നത്തിലാകും. ഇതിനുമ്പ് എക്സിബിഷൻ വെച്ച് വേറെ കമ്പനിയിലെ ബോസ് ഗൂവിനെ അവരുടെ കമ്പനി ജോയിൻ ആകാൻ പറഞ്ഞാണ്. ഇപ്പൊ ഗൂവിന്റെ പ്രോജക്റ്റും ഹിറ്റ് ആയതോടെ ഇവനെ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഗൂവിന്റെ ബോസിന്റെ അടുത്ത് വന്ന് ഈ കമ്പനി ഞങ്ങൾ വാങ്ങിക്കാൻ പോവാന്ന് മറ്റേ ബോസ് ഇവരോടൊന്ന് പറയും. ഇത് കേട്ട് ഗൂവിന്റെ ബോസും അതിന് കമ്പനി വിൽക്കാമോന്ന് ആരോടും പറഞ്ഞില്ലെന്ന് അവരോട് ചോദിക്കുമ്പോഴാണ് അതേസമയം ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള പാർട്ട്ണർ എല്ലാം മറ്റേ ബോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നും. അതോടെ ഇവർക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ട്രാപ്പാന്ന്. അങ്ങനെ ഇവരെല്ലാം പ്രശ്നവരാണ്. അത് ആ സമയത്ത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവര് കൂളായിട്ടിരിക്കുമ്പോഴാണ് ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് മറ്റേ ബോസും നേരിട്ട് ഗൂവിനോട് ചെന്ന് സംസാരിക്കും. ഇവന്റെ പ്രോജക്റ്റ് മാത്രം ഇവരുടെ കമ്പനിയിലേക്ക് തന്ന അവൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഒരു പ്രശ്നവും വരത്തില്ലെന്ന്. അങ്ങനെ ഇത് കേട്ട് ഗൂവൻ ടെൻഷനായി നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ലെന്ന് അയാളോട് തർക്കിക്കുമ്പോഴാണ് ഇവന്റെ പ്രോജക്റ്റ് ആയിട്ട് കമ്പനിയിലേക്ക് വന്നില്ല, ഉറപ്പായിട്ട് ഈ കമ്പനി പൈസ കൊടുത്ത് വാങ്ങിക്കുമെന്ന് പറയും. അതോടെ ഗൂവൻ എന്തോ എന്നറിയാതെ അവൻ ഈ കമ്പനിയുടെ നല്ലതിന് വേണ്ടി ആ ബോസിനോട് ചെന്ന് സംസാരിക്കും. ഇവന്റെ പ്രോജക്റ്റ് മറ്റേ കമ്പനിയിലേക്ക് കൊടുക്കാൻ പോവാന്ന്. ഇതോടെ അവര് മൊത്തം ദേഷ്യത്തി ഒന്നില്ലാത്ത നിനക്ക് ഇത്ര സപ്പോർട്ട് എന്ന് സ്വന്തം കമ്പനി തന്നെ ചതിക്കുന്നെന്ന് പറഞ്ഞ് അവനെ സെൽഫിഷ് എന്ന് വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഗൂ ഇതൊക്കെ ചെയ്യുന്നത് ഇവരുടെ കമ്പനിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇതൊന്നും അറിയാതെ ആ കമ്പനി മൊത്തത്തിൽ സ്പ്രെഡ് ആകും. ഗൂ പൈസയ്ക്ക് ആഗ്രഹപ്പെട്ട് ആ പ്രോജക്റ്റ് വേറെ കമ്പനിയിലേക്ക് വിറ്റെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതറിഞ്ഞ് അവർക്കെല്ലാം ഗൂവിനോട് ദേഷ്യമാകും. അങ്ങനെ അവന്റെ ടീമിലുള്ളവരൊക്കെ ഇനിയിപ്പോ ഗൂവിന്റെ കൂടെ ഇവിടെ നിന്ന് പോണോ അല്ല ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് അവരെല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഈ കാര്യത്തിൽ അറിഞ്ഞ് കൂട്ടുകാരനോടും ചോദിക്കും ഗൂ ഇവിടുന്ന് പോയാ ഇവൻ ഇവിടുന്ന് പോകുമെന്ന്. അപ്പനാണ് അവൻ ഈ കമ്പനി ചേർന്ന് തന്നെ ഗൂ ഉള്ളതുണ്ടെന്ന് അറിയും. അതുകൊണ്ട് അവൻ എവിടെ പോകുന്നോ അവിടെ ഇവനും പോകത്തുള്ളൂ പറയുമ്പോഴാണ് ഇത് കേട്ട് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് ചീലിങ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഗൂ ചെയ്ത കാര്യമൊക്കെ ആലോചിച്ച് അവളവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ ഗൂ ഇത് എന്തിനു വേണ്ടിയാ ചെയ്തെന്നറിയാതെ ചീലിങ് അവന് മൈൻഡ് ചെയ്യാതെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ വർക്ക് കഴിഞ്ഞ ഒരു ദിവസം രാത്രി ചീലിങ് സെക്രട്ടറി വിളിച്ചോണ്ടുപോയി ഇവർ രണ്ടിനും മൊത്തത്തിൽ ഫിറ്റ് ആകും. അങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതുവരെ റിലേഷൻ ആവാത്ത നീ തന്നെ അപ്സെറ്റ് ആവാണെങ്കിൽ ഇപ്പൊ കപ്പിൾസായി ഞാൻ എങ്ങനെ പഴയതുപോലെ സന്തോഷത്തോടെ ഗൂവിനോട് സംസാരിക്കുമെന്ന് അവളും കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ അവൾ ഓവർ ഫിറ്റ് ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പാസ്വേഡ് പോലും ഇടാൻ പറ്റാതെ അവൾ കഷ്ടപ്പെടുന്നുണ്ട്. ഗു അവിടേക്ക് വന്ന് അവള് പൊക്കെടുത്തിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവൾ അവനെ പിടിച്ച് മാറ്റിയിട്ടിട്ട് നിന്റെ അടുത്ത് ഗൂവിന്റെ സ്മെല്ല് അടിക്കുന്നെന്ന് പറഞ്ഞ് അവള് സമാനത്തിൽ അവിടുത്തെ സോഫയെ കിടന്നുറങ്ങും. അതിനുശേഷം ഇവളും ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴാണ് ഗുവിന്റെ വീട്ടിലെന്നറിഞ്ഞ് ഇവള് നൈസിന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് അതേസമയം ഇവളെ റൂമിലാക്കിയിട്ട് ഗു അവിടുത്തെ സോഫയെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവള് കാണുന്നത്. ഇത് കണ്ട് അവൾ അവനോട് പാവം തോന്നി ഇവനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും തൽക്കാലം ഇപ്പൊ സംസാരിക്കാൻ മനസ്സിലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം പഴയതുപോലെ തന്നെ ഗുവിനെ കമ്പനി വെച്ച് കണ്ടാലും വർക്കല്ലാതെ വേറൊന്നിനെ കുറിച്ച് സംസാരിക്കത്തില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ ഈ കാര്യത്തിനെ കുറിച്ച് ഗുവിനോടും സംസാരിക്കുന്നത്. ഈ ഗേൾസ് കുറച്ച് ഓവറായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ്. കാരണം ഇപ്പൊ ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇവനും ഗുവിന്റെ കൂടെ പോകുന്നെന്ന് പറഞ്ഞ ഉടനെ. അങ്ങനെ അതുകൊണ്ട് ഗുവും എല്ലാ സത്യം പറയാൻ വേണ്ടി അന്ന് രാത്രി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ചീലിങ് വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി ഇതേപോലെ എപ്പോഴും എന്റെ അടുത്ത് വന്നോണ്ടിരുന്ന പിന്നെ എന്നെ എല്ലാവരും ദ്രോഗി എന്ന് വിളിക്കും, അതുകൊണ്ട് ഇനി തൊട്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം എന്നിട്ട് അവളും ദേഷ്യത്തി അവിടെ നിന്ന് പോകും.
അതിനുശേഷം ഗു ഇതൊന്നും മനസ്സിലെടുക്കാതെ അവന് ഇവള് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ചീലിങ് വീട്ടിലേക്ക് പോകാതെ അവള് ഗുവിനോടുള്ള ദേഷ്യമെല്ലാം പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് തീർത്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേ ഹോട്ടലിൽ തന്നെ ആ ഗുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത വ്യക്തി ഇവരുടെ കമ്പനിയിലെ പാർട്ട്ണറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ചീലിങ് അറിയുന്നത് ഇവരുടെ കമ്പനിയെ കൈക്കലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗു അവന്റെ പ്രോജക്റ്റ് ഇങ്ങേറെ കമ്പനിയിലേക്ക് കൊടുക്കാൻ അവൻ സമ്മതിച്ചെന്ന്. അതിനെ ഷീക്കാര് അവളും ചീയോടെ എടുത്ത് പറഞ്ഞ് ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെ ഗുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം മറ്റേ കമ്പനിയിലെ ബോസായിട്ട് ഗുവിനൊരു മീറ്റിംഗ് കാണും. അങ്ങനെ ഇവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചീലിങ് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് നിങ്ങളുടെ ബ്ലാക്ക് മെയിലൊന്നും പേടിക്കത്തില്ലെന്ന് ചീലിങ് പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോഴാണ്. അതേസമയം ഗു ഇത് മനസ്സിലാക്കി അവന്റെ അടുത്ത് വേറൊരു പ്ലാൻ ഉണ്ട്, തൽക്കാലം സമാധാനത്തിരിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് പറയും. ഇതോടെ അവൾക്ക് പെട്ടെന്ന് പിടികിട്ടിയിട്ട് നൈസിനും ഗുവിന് സപ്പോർട്ടായിട്ട് സമാധാനത്തിൽ മറ്റേ ബോസായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നൈസിന് അവളും ഗുവിന്റെ കൂടെ ചേർന്ന് ഈ കമ്പനിയെക്കാളും നിങ്ങളുടെ കമ്പനിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവൾ അവനെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം അന്ന് രാത്രി ചീലിന് ഗുവിനെ എത്തി അവള് പനിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കും. ഇവൻ എന്തിനാ ഇവളോട് മാത്രം സത്യം പറയാതെ ഇങ്ങനെ എല്ലാ കാര്യം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് അവനും ആ ബ്ലാക്ക് മെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഇനി ഇവള് വെറുതെ ടെൻഷനാവെന്ന് പറഞ്ഞ് അവൻ പറയായിരുന്നെന്ന് പറയുമ്പോഴാണ് ഇവളും ദേഷ്യത്തി അപ്പൊ നീ എന്നെ കുറിച്ച് അത്ര വീക്കായിട്ട് വിചാരിച്ചെന്ന് അവനായിട്ട് പനിഷ്മെന്റ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ താഴെ മുട്ടുകുത്തിയ ഇവന്റെ കീബോർഡ് പൊട്ടിപ്പോന്ന് പറയുമ്പോഴാണ് അവന് നൈസിന് ഇവള് വഴക്ക് പറയുമ്പം ആ കീബോർഡിനകത്ത് അവൻ ചൈൽഡിഷ് ആയിട്ട് ലവ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് ഇത്രയും ചൈൽഡിഷ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ നമ്മുടെ പ്രശ്നമെല്ലാം തീർന്നെങ്കിൽ ഇനി പഴയതുപോലെ റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും സമാധാനമാകും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ഗുവും അവന്റെ പ്ലാനിന് ജിയാങ്ങിന്റെ സഹായം ആവശ്യപ്പെടുമ്പോഴാണ് അവന് നേരിട്ട് തന്നെ ജിയാങ്ങിനോട് ചെന്ന് സഹായം ആവശ്യപ്പെടും ഇവന്റെ പാർട്ട്ണറായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി. ഇത് കേട്ട് ജിയാങ്ങും ഞാനല്ലാതെ പിന്നെ ആര് സഹായിക്കാന്ന് പറഞ്ഞ് അവനും ഗുവിന് സപ്പോർട്ടിന് കാണും. അതേസമയം ചീയാണ് അവൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ആകാൻ പോകുമെന്ന് പറഞ്ഞ് അവളുടെ ടീമിലുള്ള എല്ലാവരോടും പറയും. അപ്പനാണ് ഈ കാര്യം കേട്ട് കൂട്ടുകാരനും അവളും വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും ഇവള് റിസൈൻ ആയി പോവാൻ ആരാ സമ്മതം തന്നെയെന്ന്. അതോടെ അവളും ദേഷ്യത്തി ഗു ഇവിടെ നിന്ന് പോയാൽ ഇവൻ ഈ കമ്പനിയിൽ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് അവളും കൂട്ടുകാരനെ വഴക്ക് പറഞ്ഞിട്ട് അവൾ റിസൈൻ ആണെന്നത് അവളുടെ തീരുമാനം പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇത് കേട്ട് അവനൊന്നും പറയാതെ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ ബോസും ഗുവും കൂടെ മറ്റേ പാർട്ട്ണറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും മറ്റേ കമ്പനി സപ്പോർട്ട് ചെയ്യാതെ ഇവരുടെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അതൊന്നും അയാൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയാങ് വന്നിട്ട് അവന്റെ എല്ലാ പ്രോജക്റ്റും ഗുവിന്റെ പ്രോജക്റ്റാന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇത്തരം പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പൈസ കുറെ കിട്ടുമെന്ന് ആ പാർട്ട്ണറും കുറച്ച് ആലോചിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ജിയാങ് വന്ന് സഹായിച്ചതിന് ഗു അവന് താങ്ക്സ് പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ പ്രശ്നമായി കിടക്കുമ്പോഴാണ് അതേസമയം ചീ ഇവിടുന്ന് പോകുമെന്നറിഞ്ഞ് ജിയാങ്ങും അവന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവളെ അപ്പോയിന്റ് ചെയ്യും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് കൂട്ടുകാരൻ അവിടെ കൂടിയെത്തിയിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയാണ് റിസൈൻ ചെയ്തതെന്ന് അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് ഗു അവിടേക്ക് എത്തിയിട്ട് വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി നാണം കെടുത്തണ്ടെന്ന് ജൂനാനെ തടയാൻ നോക്കും. അപ്പോഴാണ് ഇത് കേട്ട് ജിയാങ് അടുത്തേക്ക് വന്നിട്ട് അവനോട് പറയും അവൾ ഈ കമ്പനിയിൽ നിന്ന് പോകുന്നതിന് ഭേദം എന്റെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നല്ലേന്ന്. അതും അല്ലാതെ ചീ അവൻ സുരക്ഷയായിട്ട് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ നാണക്കേടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവന് ഫ്രണ്ട്ലിയായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം കമ്പനി വെച്ച് ഗുവും ചീലിങ്ങൊക്കെ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവന് കട്ട ജലസാവും ചീ മാത്രം എന്തോ മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയെന്ന് പറഞ്ഞ്. അതിനുശേഷം പ്രശ്നമെല്ലാം സോൾവ് ആയി പ്രോജക്റ്റ് മറ്റേ കമ്പനിയിലേക്ക് പോകാതെ ഇവരുടെ കമ്പനി തന്നെ കീപ്പ് ചെയ്യും. അങ്ങനെ ഇത് ജിയാങ്ങിന്റെ സപ്പോർട്ടില്ലാതെ നടക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവനും ജിയാങ്ങിന് താങ്ക്സ് പറഞ്ഞ് ഇവരും പഴയതുപോലെ കട്ട ഫ്രണ്ട്സ് ആകും. അപ്പോഴാണ് പ്രശ്നമെല്ലാം തീർന്നറിഞ്ഞ ഉടനെ കൂട്ടുകാരനും ചീയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവനൊരു ആമയെ വാങ്ങിച്ചിട്ട് പ്ലീസ് ഇവിടെ നിന്ന് പോലെന്ന് പറഞ്ഞ് അവൾ തടഞ്ഞു നിർത്താൻ നോക്കും. അങ്ങനെ ഇവളുടെ ഒരു ഫീമെയിൽ ആമ ഉള്ളതുകൊണ്ട് ഇവനിപ്പോ ഒരു മെയിൽ ആമ വാങ്ങിച്ച് രണ്ടുപേരും കപ്പിൾസ് ആന്ന് പറയുമ്പോഴാണ് അവൾ ആ ആമ കണ്ടിട്ട് അവളുടെ അടുത്തുള്ളതും ഒരു മെയിൽ ആമയാന്ന് പറയും. അതുകൊണ്ട് രണ്ടുപേരും ഫ്രണ്ട്സ് ആകാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ അവന് ഇവള് ചിരിക്കുന്നുണ്ടിട്ട് നീ സമാധാനമായതിന് എനിക്ക് മതി എന്ന് പറഞ്ഞ് അവന് സന്തോഷമാകും. അങ്ങനെ എല്ലാ പ്രശ്നവും സോൾവ് ആയി. ഇപ്പൊ ന്യൂ ഇയർ ആയി. അങ്ങനെ ചീലിങ് ന്യൂ ഇയറിന് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഗു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് അവനെ തന്നെ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കും. ഇതോടെ ചീലിങ്ങും പെട്ടെന്ന് അവളുടെ അച്ഛനോട് അമ്മയോട് ചെന്ന് ഗു വന്ന കാര്യം പറയുമ്പോഴാണ് അമ്മയ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടാലും അച്ഛൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവന് കുറെ ടെസ്റ്റ് വയ്ക്കും. അങ്ങനെ ഇവർ ആഹാരമില്ലാത്ത ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് ഗുവിനൊന്നും മനസ്സിലാവാതെ ഇവർക്ക് സപ്പോർട്ടിന് അവനും ഒന്നുമില്ലാത്ത ഫുഡൊക്കെ കഴിച്ചു നോക്കിയിട്ട് ഫുഡ് കിടിലാന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അച്ഛന് അവന് ഓരോ ടെസ്റ്റൊക്കെ വയ്ക്കുമ്പം ഇത് കണ്ട് ചീലിങ്ങും ഇതേപോലെ ഇനി നാളെയും കുറെ ടെസ്റ്റ് ആണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം അടുത്ത ദിവസം ഗുവും സോഫയെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ചീലിങ്ങിന്റെ അച്ഛനും നിൽക്കുന്നത്. ഇതോടെ അവനും പേടിച്ച് എഴുന്നേറ്റ് വല്ലതും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛനും നേരം വെളുത്തിട്ട് നിനക്കെന്തോ ഉറക്കുമെന്ന് അവനെ വഴക്ക് പറയും. അപ്പനാണ് അവന് സമയം നോക്കുമ്പം ആകെ 5 മണിയായി കാണത്തേ ഉള്ളു. ഇത് കണ്ട് അവളുടെ അച്ഛനും 5 മണിക്ക് നിനക്ക് സമയമായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞ്
അവനെ ഉണർത്തി കുറെ ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ അവസാനം ഗു ആ വീട്ടിലെ ജോലിക്കാരനായിട്ട് തന്നെ മാറും. അങ്ങനെ അച്ഛനും ഗുവും കൂടെ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് ചീലിങ്ങിന്റെ അച്ഛനും ഗുവിനെ കുറെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അവരുടെ ഫാമിലി നടന്ന സംഭവങ്ങളൊക്കെ അവനോട് ഷെയർ ചെയ്യുമ്പോഴാണ് ഗുവിന് മനസ്സിലാവും ഇപ്പൊ ഇവളുടെ ഫാമിലി എല്ലാവർക്കും ഇവൻ ഇഷ്ടപ്പെട്ടെന്ന്. അതിനുശേഷം ഇവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ചീലിങ് ഇത് കണ്ടിട്ട് അച്ഛന് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ പഴയ പാസ്റ്റ് ഒക്കെ എടുത്തു പറയുന്നത്. അറിയാതെ ഇവള് കൊച്ചിലൊക്കെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു. ഇത് കേട്ട് അവൾക്ക് നാണക്കേടുന്നിട്ട് ഈ കാര്യമൊക്കെ എന്തിനാ അച്ഛൻ ഇവനോട് പറഞ്ഞെന്നറിഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെടാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഗുവും പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റി അച്ഛനമ്മയൊക്കെ പോയി നമുക്ക് റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യും. അങ്ങനെ അതോടെ ഗുയുടെ ഫാമിലിക്കും ചീലിന്റെ ഫാമിലിക്കും ഇവരുടെ ഒരു കപ്പിൾസ് ആണെന്നത് യാതൊരു എതിർപ്പും ഇല്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞിപ്പോ കാണിക്കുവാണ് ഇപ്പൊ ഗുവും ചീലിങ്ങും കൂടെ അവര് കുറെ ഇൻവിറ്റേഷൻ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. കാരണം ഇന്നാണ് ഗുവിന്റെ ഗെയിം റിലീസ് ആയത്. അങ്ങനെ ആ സെലിബ്രേഷന് വേണ്ടി ഇവരും കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചെടുത്തണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഗുവിന്റെ ഗെയിം സക്സസ് ആയതിന് എല്ലാരും കൂടെ അവന് ഫ്ലവേഴ്സ് കൊടുത്ത് കൺഗ്രാജുലേഷൻ പറയും. അതിനുശേഷം അവന് ഈ ഗെയിമിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ കമ്പനിയുടെ ബോസും പിന്നെ അവന്റെ ടീമിനും പ്രധാനമായിട്ട് ജിയാങ് ചീലിങ് അവന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞ് അവന് സന്തോഷത്തോടെ എല്ലാവർക്കും താങ്ക്സ് പറയും. അങ്ങനെ ഇവരെല്ലാം ഹാപ്പി ആയിട്ട് ഈ സക്സസ് പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരനും ഇടയ്ക്കിടയ്ക്ക് ചീക്ക് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കും. ഇത് കണ്ട് അവരെല്ലാരും കൂടെ പുതിയ കപ്പിൾസ് ഇവിടെ ഒന്ന് ശല്യപ്പെടുത്താന്ന് പറഞ്ഞ് അവരെഴുന്നേറ്റ് പോകുമ്പോഴാണ് ചീക്ക് മൊത്തത്തിൽ നാണം വരും. അപ്പോഴാണ് കൂട്ടുകാരനും പറയുന്നവരൊക്കെ പറയട്ടെ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കേക്ക് വാരി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇവര് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഗു അവന്റെ ഗെയിം സക്സസ് ആയി ആലോചിച്ച് അവനോട് ഒറ്റയ്ക്ക് നിന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചീലിങ് അടുത്തേക്ക് ചെന്നിട്ട് അവസാനം നമ്മൾ ആഗ്രഹിച്ച പോലെ ഗെയിം സക്സസ് ആയി എന്ന് പറഞ്ഞ് അവൾ അവന്റെ കൈയും കോർത്ത് ഇവരെന്തേലും സന്തോഷത്തിരിക്കും. അങ്ങനെ അതോടെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമ ഇവിടെ തീരുകയാണ്. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇതിനുശേഷം നമുക്ക് വേറൊരു ഡ്രാമയായിട്ട് കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ആരിഷ്ടപ്പെട്ടെന്ന് കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡ്രാമയിൽ കാണാം. 그립다 그립다 네가 너무너무 그립다 하루에 하나씩 너를 지워보지만 따스했던 너의 미소와 밤을 새워 나눈 이야기 못 잊어 눈물만